ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സ്കോർ റെയിൽവേ മലയാളത്തിൻ്റെ മറ്റൊരു സെഷനിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ റിവിഷൻ എക്സ്പ്രസ് സീരീസ് നമ്മുടെ ഏറ്റവും അവസാനത്തെ ക്ലാസ്സുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹിസ്റ്ററിയുടെ 6ാമത്തെ ക്ലാസ്സാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിന് മുന്നേ ഉള്ള ക്ലാസ്സുകൾ കാണാത്ത കുട്ടികളുണ്ടെങ്കിൽ നമുക്കറിയാം, ഇപ്പോൾ എക്സാംസുകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. NTPC, ഗ്രൂപ്പ് ടി പരീക്ഷകളൊക്കെ ഇനി വരുന്ന ദിവസങ്ങളിൽ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതിന് മുന്നേ ഉള്ള ക്ലാസ്സുകൾ കാണാത്ത കുട്ടികളുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമ്മുടെ തന്നെ ഈ പ്ലേലിസ്റ്റിനകത്ത് പോയിട്ട് ഇതിന് മുന്നേ ഉള്ള ക്ലാസ്സുകളെല്ലാം തന്നെ റിവിഷന് വേണ്ടി പരമാവധി ഉപയോഗിക്കുക. ഓക്കെ, ഈ ക്ലാസ് റിവിഷൻ സീരീസിൻ്റെ ഈ ഹിസ്റ്ററിയുടെ 6ാമത്തെ ഈ ക്ലാസ്സിൽ ഏത് ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നതെന്നുള്ളത് ഇന്ന് രാവിലെ തന്നെ നിങ്ങൾക്ക് കിട്ടിക്കാണും. നിങ്ങളതെല്ലാം സോൾവ് ചെയ്ത് കാണും. അതിൻ്റെ എക്സ്പ്ലനേഷനുമായിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മുടെ റിവിഷൻ എക്സ്പ്രസ് സീരീസിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിലബസിൻ്റെ ഒരു കവറേജ് ഓൾമോസ്റ്റ് നമ്മൾ എത്തിയിരിക്കുകയാണ്. അതിൽ ഹിസ്റ്ററിയുടെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗം അല്ലേ, നമ്മുടെ കോൺഗ്രസ് എറ എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. അതിൻ്റെ ഏറ്റവും ആദ്യത്തെ ഭാഗമാണ് നമ്മൾ ഇന്നത്തെ സെഷനകത്ത് പ്രധാനമായിട്ടും കവർ ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്ക് ഒട്ടും തന്നെ സമയം കളയാനില്ല. നമുക്ക് എന്ത് ചെയ്യാം, സെഷനിലേക്ക് കിടക്കാം. അപ്പോൾ അതിൽ ഏറ്റവും ആദ്യത്തെ ഭാഗത്ത് നിന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഞാൻ പരിചയപ്പെടുത്താം. ഹൂ വാസ് ദ പ്രസിഡന്റ് ഓഫ് സെക്കൻഡ് സെഷൻ ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 2ാമത്തെ സെഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആരാണ്? ദാദാഭായ് നവറോജിയാണ് 2ാമത്തെ സെഷന്റെ അധ്യക്ഷൻ എന്ന് പറഞ്ഞത്. ഞാൻ ആദ്യം ആൻസർ കീ കാണിക്കാം, അതിനുശേഷം നമുക്ക് എക്സ്പ്ലനേഷനിലേക്ക് കിടക്കാം. ഇനി, ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സെഷൻസ് ഓഫ് ദ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഡിഡ് ജോർജ് യൂൾ ബിക്കം ദ പ്രസിഡന്റ് ഇൻ 1888? 1888 സെഷൻ എവിടെയാണ് നടന്നത്? ആ സെഷനകത്താണ് ജോർജ് യൂൾ എന്ന് പറയുന്ന ബ്രിട്ടീഷുകാരൻ എന്ത് ചെയ്തത്, INCയുടെ പ്രസിഡന്റ് ആയിട്ട് മാറിയത്. അപ്പോൾ അത് ഏത് സെഷനാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി who among the following used the safety valve theory and opined that the Indian National Congress was a product of the brain of Lord Dufferin? നമുക്കറിയാം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഫോം ചെയ്യുന്ന സമയത്തെ വൈസ്രോയ് ആണ് ഡഫറിൻ. അപ്പോൾ ഡഫറിൻ്റെ ബുദ്ധിയിൽ ഉദിച്ച ഒരു സൊല്യൂഷനാണ് എന്ത്, INC എന്ന് പറയുന്നത്. 1857 ശിപ്പായി ലഹളയ്ക്ക് ശേഷം അത്തരത്തിലൊരു വിപ്ലവം ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാതിരിക്കുന്നതിന് വേണ്ടി ഒരു സേഫ്റ്റി വാൽവായിട്ട് ആക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഡഫറിൻ്റെ ബുദ്ധിയിൽ ഉദിച്ച കോൺഗ്രസ്, ബ്രിട്ടീഷുകാരാൽ നിർമ്മിതമായ ഒരു സംഘടനയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറഞ്ഞത്. ആര് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആരാണ്? ലാല ലജ്പത് റായ്. ഇൻ 1885 ഹൂ ഹാഡ് ഫൗണ്ടഡ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്? അതിൻ്റെ ആൻസർ വരുന്നത് AO ഹ്യൂം, അലൻ ഒക്ടേവിയൻ ഹ്യൂം എന്ന് പറയുന്ന ഇമ്പീരിയൽ സിവിൽ സർവീസ് അഥവാ ഈ പറഞ്ഞ പോലെ ബ്രിട്ടീഷുകാരുടെ ഒരു സിവിൽ സർവീസുകാരനായിരുന്നിട്ടുള്ള AO ഹ്യൂം ആണ് എന്ത് ചെയ്തിട്ടുള്ളത്, നമ്മൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഫൗണ്ട് ചെയ്തിട്ടുള്ളത്. ഇവിടെ തെറ്റാൻ ചാൻസ് ഉണ്ട്. 2ാമത്തെ ഓപ്ഷൻ WC ബാനർജി. WC ബാനർജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏറ്റവും ആദ്യത്തെ അധ്യക്ഷനാണ്. അദ്ദേഹത്തിനെ അല്ല നമ്മൾ ഫൗണ്ടറായിട്ട് കൺസിഡർ ചെയ്യുന്നത്. രണ്ടുപേരും ഓപ്ഷനിൽ വന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾ ആരെ കുത്തണം? അലൻ ഒക്ടേവിയൻ ഹ്യൂം അഥവാ AO ഹ്യൂമിനെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, കൺസിഡർ ചെയ്യണം. ഇനി, ഹൂ വാസ് ദ ഫസ്റ്റ് മുസ്ലിം ലേഡി ടു സിംഗ് വന്ദേ മാതരം അറ്റ് എ കോൺഗ്രസ് സെഷൻ? ഒരു കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ച് വന്ദേ മാതരം ആലപിച്ച ഏറ്റവും ആദ്യത്തെ മുസ്ലിം വനിത ആര് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. രഹന ത്യാബ്ജി. ത്യാബ്ജി ഫാമിലിയിൽപ്പെട്ട ഒരുപാട് പേര് നിങ്ങൾക്കറിയാം. ബദ്രുദ്ദീൻ ത്യാബ്ജി ഉൾപ്പെടെയുള്ള ഒരുപാട് പേര്, വളരെ പോപ്പുലർ ആയിട്ടുള്ള ആളുകളുള്ള അടങ്ങുന്ന ഒരു ഫാമിലിയാണ് ത്യാബ്ജി ഫാമിലി എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ തന്നെ ഒരു വ്യക്തിയാണ് രഹന ത്യാബ്ജി എന്ന് പറയുന്നത്. രഹന ത്യാബ്ജിയാണ് എന്ത് ചെയ്തത്, ഏറ്റവും ആദ്യത്തെ മുസ്ലിം ലേഡി. അവരാണ് എന്ത് ചെയ്തത്, വന്ദേ മാതരം ഒരു കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ച് ആലപിച്ചത് എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഓർത്തിരിക്കുക. കാരണം വന്ദേ മാതരം ഇപ്പോൾ വളരെയധികം ന്യൂസിൽ നിൽക്കുന്ന ഒരു സംഭവമാണ്. ഈ കഴിഞ്ഞ നവംബർ 7, 2025 വന്ദേ മാതരം എന്ന് പറയുന്ന ആ ഒരു സോങ്ങിന്റെ ഏകദേശം 150ാമത്തെ ആഘോഷമൊക്കെ നമ്മൾ കഴിഞ്ഞതാണ്. അപ്പോൾ അതുകൊണ്ട് അത് കറണ്ട് അഫയറിൽ നിൽക്കുന്നതാണ്. അപ്പോൾ വന്ദേ മാതരവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ, അത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ നോവൽ ആയിക്കോട്ടെ, രവീന്ദ്രനാഥ് ടാഗോർ ആലപിച്ചതായിക്കോട്ടെ, അത് ഏത് സമ്മേളനത്തിലാണ്, അതിനുശേഷം ആരാണ് ആലപിച്ചത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി വെച്ച് പോകുന്നത് വളരെയധികം നല്ലതാണ്. അത് കറണ്ട് അഫയറിൽ നിൽക്കുന്ന ഒരു ടോപ്പിക്കും കൂടെയാണ്. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അതിൻ്റെ രൂപീകരണവും അതിൻ്റെ പ്രാരംഭ ഘട്ടവും ഒക്കെയാണ് നമ്മളിവിടെ കണ്ടത്. ഇനി ഇതിലെ ഏതാനും ഫാക്റ്റുകളെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് നോക്കി കാണാം. അതിലെ ഏറ്റവും ആദ്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഫാക്റ്റുകളെ മാക്സിമം ചുരുക്കിയിട്ടാണ് ഞാൻ ഈ ക്ലാസ്സിനകത്ത് കൺസോളിഡേറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഈ മെറ്റീരിയൽ ഈ സെഷൻ കഴിയുന്ന മുറയ്ക്ക് നമ്മുടെ ടെലഗ്രാം ചാനലിൽ അവൈലബിൾ ആയിരിക്കും. ഇതിൻ്റെ മാത്രമല്ല, നമ്മളിതിന് മുന്നേ എടുത്തിട്ടുള്ള എല്ലാ ഹിസ്റ്ററിയുടെ ക്ലാസ്സുകളും, പൊളിറ്റിയുടെ ക്ലാസ്സുകൾ, ജോഗ്രഫി, എക്കോണമി, മാത്സ്, റീസണിങ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി തുടങ്ങിയ എടുത്തിട്ടുള്ള എല്ലാ സെഷൻസിൻ്റെയും PDF-കൾ, മെറ്റീരിയലുകൾ നമ്മുടെ ചാനലിൽ ലഭ്യമാണ്. അത് നിങ്ങൾ റിവിഷന് വേണ്ടി ഉപയോഗിക്കുക. ഞാൻ എപ്പോഴും പറയുന്ന പോലെ റിവിഷൻ എക്സ്പ്രസ് സീരീസ് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? റിവിഷന് വേണ്ടിയിട്ടുള്ളതാണ്. ഈ മെറ്റീരിയൽ പഠിച്ചാൽ എല്ലാമായി എന്നുള്ള ധാരണയുണ്ടെങ്കിൽ അത് തെറ്റിദ്ധാരണ മാത്രമാണ്. പഠിച്ചിട്ട് വരുന്ന കുട്ടികൾക്ക് റിവൈസ് ചെയ്യുന്നതിന് വേണ്ടി ഇപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ലെങ്കിൽ കോൺഗ്രസ് എറ പാർട്ട് 1 എന്ന് പറയുന്ന ഈ ഒരു 30ഓളം പേജ് അടങ്ങുന്ന ഈ ഒരു PDF ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഭാഗത്തിനെ പെട്ടെന്ന് തന്നെ റിവൈസ് ചെയ്ത് പോകാം. ഞാൻ സൈഡിൽ ഒരു മാർജിൻ ഇട്ടിരിക്കുന്നത്
നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ച് അല്ലെങ്കിൽ ടെസ്റ്റുകൾ ചെയ്യുന്ന സമയത്ത് ഈ ടോപ്പിക്കിൽ നിന്നും കിട്ടുന്ന എന്തെങ്കിലും പോയിന്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് ആ നോട്ടിൽ എഴുതി സൈഡിൽ എഴുതി പോവാം. ഈ രീതിയിലാണ് നമ്മൾ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. ഇത് മാക്സിമം ഉപയോഗിക്കാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പറ്റിയിട്ട് നമ്മൾ പറയുമ്പോൾ നിങ്ങൾ ഏറ്റവും ആദ്യം അറിഞ്ഞിരിക്കേണ്ട ഡേറ്റുകൾ അതെല്ലാം ഞാൻ കളർ കോഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 28 ഡിസംബർ 1885 എത്ര പേര്, ഇതിനു മുന്നേ ഗ്രൂപ്പ് ഡിക്ക് ചോദിച്ച ചോദ്യമാണ്. 72 ഡെലിഗേറ്റ്സ് അടങ്ങുന്ന ഒരു മീറ്റിങ്ങിനകത്ത് വെച്ചിട്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ത് ചെയ്തിട്ടുള്ളത്, രൂപീകരിച്ചിട്ടുള്ളത്. 72. ആ നമ്പർ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഫൗണ്ട് ചെയ്ത ആളുടെ പേര് എന്താണ്? AO ഹ്യൂം ആണ്. അദ്ദേഹം തന്നെയായിരുന്നു ഏറ്റവും ആദ്യത്തെ സെക്രട്ടറി എന്ന് പറയുന്നത്. എവിടെ വെച്ചാണ് ഫൗണ്ട് ചെയ്തത്? ബോംബെയിൽ വെച്ചാണ് ഫൗണ്ട് ചെയ്തത്. ഈ ബോംബെ എന്നുള്ളതിനെ പൂനെ ആക്കിക്കൊണ്ട്, പൂനെയിൽ വെച്ച് ഫൗണ്ട് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഈ കഴിഞ്ഞ NTPC ഗ്രാജുവേറ്റ് ലെവലിൻ്റെ CBT 1 ഒരു ചോദ്യം ഉണ്ടായിരുന്നു. 2 സ്റ്റേറ്റ്മെന്റ്സ് ആണ് തന്നിരുന്നത്. അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഫൗണ്ട് ചെയ്ത ആളുടെ പേര് AO ഹ്യൂം എന്നാണ്. അദ്ദേഹമായിരുന്നു ആദ്യത്തെ സെക്രട്ടറി. അതിന്റെ ആദ്യത്തെ പ്രസിഡന്റ് WC ബാനർജി ആണെന്ന് പറഞ്ഞുകൊണ്ട് ഒന്നാമത്തെ സെന്റൻസ്. രണ്ടാമത്തെ സെന്റൻസ് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 1885 ഡിസംബർ 28 ഫൗണ്ട് ചെയ്തു. അറ്റ് ബോംബെക്ക് പകരം അവർ പൂനെ എന്നാണ് കൊടുത്തിരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നിങ്ങളുടെ മുന്നിൽ തരുന്ന സെന്റൻസിൽ ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ ഫാക്റ്റുകൾ ഉണ്ടാവാം. അതിൽ 3, ഇപ്പം 4 ഫാക്ട് തന്നിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ അതിൽ 3 ഫാക്ട് ശരിയാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കാൻ സെന്റൻസ് ശരിയാണെന്ന്. പക്ഷേ അതിൽ ഏതിലൊരു ഫാക്ട് തെറ്റിച്ചുകൊണ്ട് നിങ്ങളെ തെറ്റിക്കാനുള്ള സാധ്യത ഇപ്പോൾ RRB എന്ത് ചെയ്യുന്നുണ്ട്, കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഒന്നാമത്തെ പ്രസിഡന്റ് അധ്യക്ഷൻ ആരാണ്? WC ബാനർജിയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഈ പേര് സജസ്റ്റ് ചെയ്തത് ആരാണ്? ദാദാഭായ് നവറോജിയാണ്. രണ്ടാമത്തെ സെഷൻ കൽക്കട്ടയിൽ വെച്ചിട്ടാണ് നടന്നത്. അത് പ്രിസൈഡ് ചെയ്തത് ആരാണ്? ദാദാഭായ് നവറോജിയാണ്. നവറോജിയെ പറ്റിയിട്ട് ഞാൻ ഓൾറെഡി നമ്മുടെ NTPCയുടെ റിവിഷൻ മാരത്തോണിൽ ഡീറ്റെയിൽ ആയിട്ട് ആ മാരത്തോണിൽ ഞാൻ അത്യാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഞാനത് ഇവിടെ ആവർത്തിക്കുന്നില്ല. റിവിഷൻ മാരത്തോൺ മോഡേൺ ഇന്ത്യക്ക് വേണ്ടി മാത്രം ഏകദേശം 4 മണിക്കൂറോളം ദൈർഘ്യമുള്ള ഒരു റിവിഷൻ മാരത്തോൺ നമ്മൾ വേറെ തന്നെ ചെയ്തിട്ടുണ്ട്. ആ മാരത്തോൺ കാണാത്ത കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോയി കഴിഞ്ഞാൽ മോഡേൺ ഇന്ത്യയിൽ കുറച്ചുകൂടെ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ക്ലാസ് ഉപയോഗിക്കാം. അങ്ങനെ അത്യാവശ്യം കണ്ടന്റ് എൻറിച്ച് ആയിട്ടുള്ള റിവിഷൻ ക്ലാസ് തന്നെയായിരുന്നു അത്. ഇത് ക്വിക്ക് റിവിഷന് വേണ്ടി ഉപയോഗിക്കാവുന്ന സീരീസ് ആയിട്ടാണ് നമ്മൾ റിവിഷൻ എക്സ്പ്രസ് സീരീസിനെ നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഇപ്പോൾ ദാദാഭായ് നവറോജി, ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ദാദാഭായ് നവറോജിയാണ്. രണ്ടാമത്തെ അധ്യക്ഷൻ എന്ന് പറയുന്നത്, രണ്ടാമത്തെ സെഷൻ നടന്നത് കൽക്കട്ടയിൽ വെച്ചിട്ടാണ്. അദ്ദേഹം തന്നെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഈ പേര് സജസ്റ്റ് ചെയ്തത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 3 കാലഘട്ടങ്ങളെയാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. 1885 മുതൽ 905 വരെ മോഡറേറ്റ് സ്പേസ് എന്ന് പറയുന്ന ഒരു കാലഘട്ടം. ഈ മോഡറേറ്റ് സ്പേസിന്റെ പ്രത്യേകത എന്താണ്? മോഡറേറ്റ് സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രയർ, പെറ്റീഷൻ, പ്രൊട്ടസ്റ്റ്, ഈ 3 രീതികളാണ്, ഈ 3 മാർഗങ്ങളാണ് അവർ സ്വീകരിച്ചിരുന്നത്. ഇതിനെ രത്ന ചുരുക്കമായിട്ട് 3P എന്ന് വിളിക്കുന്നു. 3 Ps. ഈ 3 Pകൾ ആയിരുന്നു ആദ്യകാല കോൺഗ്രസ് നേതാക്കന്മാരുടെ പ്രധാനമായിട്ടുള്ള പ്രവർത്തന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പ്രയർ, പെറ്റീഷൻ ആൻഡ് പ്രൊട്ടസ്റ്റ് എന്ന് പറഞ്ഞാൽ ആദ്യം ബ്രിട്ടീഷുകാരുടെ അടുത്ത് പോയിട്ട് കെഞ്ചും. പ്രയർ, പെറ്റീഷൻ അപേക്ഷ സമർപ്പിക്കും. 3 പ്രൊട്ടസ്റ്റ്. അതിനുശേഷം മാത്രമാണ് അവരൊരു പ്രൊട്ടസ്റ്റിലേക്ക് കടക്കുക. പ്രൊട്ടസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ന് കാണുന്ന രീതിയിലുള്ള ഒരു സമരമാർഗമായിരുന്നില്ല ആദ്യകാല കോൺഗ്രസ്സുകാരെല്ലാവരും തന്നെ സ്വീകരിച്ചിരുന്നത്. അതിന്റെ കാരണം തന്നെ നിങ്ങൾക്കറിയാം. 72 ഡെലിഗേറ്റ്സ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഈ 72 ഡെലിഗേറ്റ്സ് എന്ന് പറയുന്നതും അന്ന് ഇന്ത്യയിൽ ഉണ്ടായിരുന്നതിൽ വെച്ച് ഏറ്റവും റിച്ചസ്റ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഏറ്റവും അധികം പൈസയുള്ള, അല്ലെങ്കിൽ അത് അത്ര കണ്ട് തന്നെ വിദ്യാഭ്യാസമുള്ള, പുറത്തെല്ലാം പോയി പഠിച്ചിരുന്ന, ഏറ്റവും അങ്ങനെ അത്രയും പോപ്പുലർ ആയിട്ടുള്ള അഡ്വക്കേറ്റ്സും അതുപോലെ തന്നെയുള്ള ആളുകളെല്ലാം അടങ്ങുന്നതായിരുന്നു 72 ഡെലിഗേറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അവർ ഒരിക്കലും നമ്മൾ ഇന്ന് കാണുന്ന സമരം, ഇന്നിപ്പോൾ ഒരു സമരം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഹർത്താൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം എന്താണ് നമ്മുടെ മനസ്സിൽ ആദ്യം വരാൻ പോകുന്നത്, അല്ലേ? കൊടിയും പിടിച്ച് ജാഥയായിട്ട് തെരുവിലേക്ക് ഇറങ്ങുന്ന XYZ പാർട്ടികളിലുള്ള ആളുകൾ അവരെന്ത് ചെയ്യുന്നു? ഈ പറയുന്ന പോലെ ജനങ്ങളെ തടയുന്നു, ജനജീവിതം സ്തംഭിച്ചു എന്നെല്ലാം നമ്മൾ ന്യൂസിൽ കാണുന്നുണ്ട്, അല്ലേ? അപ്പൊ ആദ്യകാല കോൺഗ്രസിന്റെ സമരമാർഗങ്ങൾ എന്ന് പറയുന്ന ആ രീതിയിലായിരുന്നില്ല. അവർ പ്രയർ നടത്തുമായിരുന്നു. അവർ ആദ്യമായിട്ട് എന്ത് ചെയ്യും? കെഞ്ചും, അപേക്ഷിക്കും. പിന്നെ എന്ത് ചെയ്യും? പെറ്റീഷനായിട്ട് അപേക്ഷ സമർപ്പിക്കും, ലീഗലായിട്ട്, അല്ലെങ്കിൽ അതിന് പ്രോപ്പർ ചാനൽ സമർപ്പിക്കും. അതിന് ശേഷമാണ് ഒരു പ്രൊട്ടസ്റ്റ്. പ്രൊട്ടസ്റ്റ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷണൽ അജിറ്റേഷൻസ് എന്നാണ് നമ്മുടെ ഹിസ്റ്റോറിയൻസ് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്. എന്താണ് കോൺസ്റ്റിറ്റ്യൂഷണൽ അജിറ്റേഷൻസ്? ഭരണഘടനാപരമായിട്ടുള്ള സമരമാർഗങ്ങളാണ് അവർ ഉപയോഗിച്ചിരുന്നത് എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതുകൊണ്ടാണ് ആ കാലഘട്ടത്തെ നമ്മൾ മോഡറേറ്റ് സ്പേസ് എന്ന് വിളിച്ചിരുന്നത്. ഈ മോഡറേറ്റ് സ്പേസിന്റെ വക്താക്കളായിരുന്നു ദാദാഭായ് നവറോജി, അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ WC ബാനർജി, ഇതിന് പുറമെ ഗോപാലകൃഷ്ണ ഗോഖലെ, അതുപോലെ തന്നെ നമ്മുടെ ഫിറോസ് ഷാ മേത്ത തുടങ്ങിയിട്ടുള്ള ആദ്യകാല കോൺഗ്രസ് നേതാക്കന്മാർ. 1905, 1917 കാലഘട്ടത്തിൽ എന്ത് ചെയ്യുന്നു? മറ്റൊരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ് കോൺഗ്രസ്. എക്സ്ട്രീമിസ്റ്റ് ഫേസ് എന്ന് പറയുന്ന ഒരു ഘട്ടം. എന്താണ് ഇത്തരത്തിലൊരു ഷിഫ്റ്റിലേക്ക് കാരണം? അതിന് ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് 1905
നടന്നിട്ടുള്ള ബംഗാൾ വിഭജനമാണ്. നമ്മൾ അതിലേക്ക് കടക്കും. ക്ലാസ് മുന്നോട്ട് പോകുന്ന സമയത്ത് ഞാൻ അതിനെപ്പറ്റി കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ ബംഗാൾ വിഭജനം ആണ് ഇതിൻ്റെ എന്താണ് ഒരു മൂല കാരണമായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു എഡ്ജായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. അതുവരെ പ്രയർ പെറ്റീഷൻ പ്രൊട്ടസ്റ്റ് എന്ന് പറയുന്ന 3P മാർഗത്തിലൂടെ സഞ്ചരിച്ചിരുന്ന കോൺഗ്രസ് എന്ത് ചെയ്യുന്നു, 2005 ശേഷമുള്ള അവരുടെ പ്രവർത്തന മണ്ഡലത്തിൽ ചെറിയ മാറ്റങ്ങൾ കാണുന്നു. കോൺഗ്രസ് രണ്ടായിട്ട് പിളരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ എന്താണ് സംഭവിച്ചത്? എക്സ്ട്രീമിസ്റ്റുകൾ എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകൾ വരുന്നു. അവർ ജനങ്ങളെ തെരുവിലിറക്കാനും ഈ പറഞ്ഞ പോലെ സമരമാർഗങ്ങൾ, അത്തരത്തിലുള്ള ഒരു മാസ് പ്രൊട്ടസ്റ്റിന് തന്നെ ജനങ്ങളെ തയ്യാറെടുപ്പിക്കണം, ആ രീതിയിലുള്ള സമരമാർഗങ്ങൾ സ്വീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോയിട്ടുള്ള ആളുകളാണ് 905 മുതൽ 917 വരെയുള്ള കാലഘട്ടത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. 917 എന്നെടുത്ത് പറയുന്നതിൻ്റെ കാരണം 917 മുതൽ 48 വരെ ഗാന്ധിയൻ എറ എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം. അവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ കാണുന്നതിൽ ഭൂരിപക്ഷം സ്ഥലങ്ങളിലും സമയങ്ങളിലും ഗാന്ധിയാണ് എന്ത് ചെയ്യുന്നത്, കോൺഗ്രസിൻ്റെ അജണ്ട എന്തായിരിക്കണം, കോൺഗ്രസിൻ്റെ പ്രക്ഷോഭങ്ങൾ എന്തായിരിക്കണം എന്നുള്ളതെല്ലാം തീരുമാനിക്കുന്നത്. 919 ഈ നിസ്സഹകരണ പ്രസ്ഥാനം, നമ്മുടെ നോൺ കോപ്പറേഷൻ മൂവ്മെൻ്റ് ആയിക്കോട്ടെ, സിവിൽ ഡിസൊബീഡിയൻ മൂവ്മെൻ്റ് ആയിക്കോട്ടെ, 30കളിലെ സിവിൽ ഡിസൊബീഡിയൻ മൂവ്മെൻ്റ് ആയിക്കോട്ടെ, 40കളിലെ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻ്റ് ആയിക്കോട്ടെ, ഇതിനെല്ലാത്തിനും ചുക്കാൻ പിടിച്ചത് ഗാന്ധി തന്നെയായിരുന്നു അല്ലേ? അപ്പോൾ ആ രീതിയിൽ 3 ഘട്ടങ്ങളായിട്ട് നമുക്ക് കോൺഗ്രസിനെ എന്ത് ചെയ്യാം, കോൺഗ്രസിൻ്റെ പ്രവർത്തന മണ്ഡലങ്ങളെ നമുക്ക് എന്ത് ചെയ്യാം, ഡിവൈഡ് ചെയ്ത് കാണിക്കാം. ഓക്കെ, നമ്മളിനി മുന്നോട്ട് പോകുന്ന വഴിക്ക് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ 1885 മുതൽ 947 വരെയുള്ള സെഷൻസിൻ്റെ ഒരു മാപ്പ് ഞാൻ ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ആ മാപ്പ് നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും. ഒറ്റ നോട്ടത്തിൽ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ നിന്ന് മനസ്സിലാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇത് തമിഴ്നാട് SCERT കൊടുത്തിട്ടുള്ള ഒരു മാപ്പാണ്. ഞാൻ അതിനെ നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടി ഇവിടെ കൺവീനിയൻ്റ് ആണെന്ന് തോന്നിയതുകൊണ്ട് ഞാൻ എടുത്തിട്ടിരിക്കുന്നതാണ്. അവിടെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്പെഷ്യൽ സെഷൻസിനെ ഓറഞ്ച് കളറിൽ കൊടുത്തിരിക്കുന്നത് കാണാൻ പറ്റും. 42 ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ സമയത്തുള്ള സ്പെഷ്യൽ സെഷൻ നടന്നത് ബോംബെയിലാണ്. 918 സ്പെഷ്യൽ സെഷൻ നടന്നത് ബോംബെയിലാണ്. 920 കൽക്കട്ട സമ്മേളനം നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. അത് ഈ പറഞ്ഞ പോലെ എവിടെയാണ്, കൽക്കട്ടയിൽ വെച്ച് നടന്നതാണ്. ഡൽഹിയിൽ 923 ഒരു സ്പെഷ്യൽ സമ്മേളനം നടന്നിരുന്നു. അപ്പോൾ ഇത്രയും പ്രധാനമായിട്ടും ഈ 885 മുതൽ 947 വരെ നീണ്ടു നിൽക്കുന്ന ഏകദേശം ഒരു 60-62 വർഷത്തെ കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ 4 സ്പെഷ്യൽ സമ്മേളനങ്ങളാണ് നടന്നിട്ടുള്ളത് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ അത് ഇതിനോടകം തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ട് ചെയ്ത് പോകാവുന്നതാണ് അല്ലേ. ഇനി പ്രധാനപ്പെട്ട സമ്മേളനങ്ങൾ, കാക്കിനാട സമ്മേളനം നിങ്ങൾക്കറിയാം 923. ഈ ഒറ്റപ്പെട്ട് കിടക്കുന്ന സമ്മേളനങ്ങൾ പഠിച്ചു പോകുന്നത് വളരെ നല്ലതാണ്. നമുക്കൊരു സൈഡിൽ നിന്ന് തുടങ്ങാം. കാക്കിനാട സമ്മേളനം നിങ്ങൾ പഠിച്ചു പോകുന്നത് നല്ലതാണ്. നാഗ്പൂരിലുള്ള 2 സമ്മേളനങ്ങൾ, 920 നാഗ്പൂർ സമ്മേളനം നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. ഇനി ത്രിപുരി സെഷൻ, അതുപോലെ തന്നെ ഹരിപുര സെഷൻ, സുഭാഷ് ചന്ദ്രബോസ് അധ്യക്ഷത വഹിച്ചിട്ടുള്ള സെഷൻസ് ആണ്. നമ്മളത് ഈ പറയുന്ന പോലെ കോൺഗ്രസിൻ്റെ അവസാന കാലഘട്ടത്തിലേക്ക്, നമ്മൾ സ്വാതന്ത്ര്യം നേടിത്തരുന്ന ഒരു കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ നമ്മൾ അതിനെപ്പറ്റി കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ലാഹോർ സമ്മേളനങ്ങൾ വളരെ ഫേമസ് ആണ്. 929 ലാഹോർ സമ്മേളനം. അമൃത്സറിലെ 919 സമ്മേളനം നമുക്കറിയാവുന്നതാണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടക്കുന്ന സമയത്ത് അമൃത്സറിൽ വെച്ചിരിക്കുന്നത്. കറാച്ചി പഠിക്കാൻ എളുപ്പമാണ്. 913 931 തിരിച്ചിട്ടാൽ മതി. കറാച്ചി സെഷനിലെ 931 നമ്മുടെ സർദാർ വല്ലഭായ് പട്ടേൽ അധ്യക്ഷത വഹിച്ചിട്ടുള്ള സമ്മേളനം വളരെ പോപ്പുലർ ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബനാറസ് സമ്മേളനം ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വെക്കേണ്ടതാണ്. ലക്നൗ സമ്മേളനം 916 ലക്നൗ സമ്മേളനത്തിനകത്താണ് എന്ത് നടക്കുന്നത്, ലക്നൗ പാക്ട് നടക്കുന്നത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി 900 അത്രയും കാര്യങ്ങൾ നിങ്ങൾ ഇവിടെ നോട്ട് ചെയ്ത് വെക്കണം. പിന്നെ കൽക്കട്ട സമ്മേളനം, കൽക്കട്ടയിൽ തന്നെ ഒരുപാട് സമ്മേളനങ്ങൾ വരുന്നുണ്ട്. മദ്രാസിൽ ഒരുപാട് വരുന്നുണ്ട്. ബോംബെയിൽ ഒരുപാട് സമ്മേളനങ്ങൾ വരുന്നുണ്ട്. ഇനി 924 ബെൽഗാം സമ്മേളനം എന്താണ് അതിൻ്റെ പ്രത്യേകത? ഗാന്ധി അധ്യക്ഷത വഹിച്ചിട്ടുള്ള സമ്മേളനമാണ് 924 ബെൽഗാം സമ്മേളനം എന്ന് പറയുന്നത്. ഇനി ഗയയിലെ സമ്മേളനം 922 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്കറിയാവുന്നതാണ്. CR ദാസ് അധ്യക്ഷത വഹിച്ചിട്ടുള്ള കൗൺസിൽ എൻട്രി പ്രോഗ്രാം, നമ്മുടെ ചൗരി ചൗര ഇൻസിഡൻറ്റിന് ശേഷം നടക്കുന്ന സമ്മേളനമാണ് ഗയ സമ്മേളനം. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. 925 കാൺപൂർ സമ്മേളനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏറ്റവും ആദ്യമായിട്ട് ഒരു ഇന്ത്യൻ വനിത കോൺഗ്രസിൻ്റെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നു. ആരാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. 937 ഫൈസ്പൂർ സമ്മേളനം, കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു ഗ്രാമത്തിൽ വെച്ച് സമ്മേളനം നടക്കുന്നു. അധ്യക്ഷത വഹിച്ചത് ആരാണെന്ന് അറിയാവുന്നവരുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അങ്ങനെ 2-3 പോയിന്റ്സ് നിങ്ങൾ എന്ത് ചെയ്യുക, അത് നോട്ട് ചെയ്ത് പോകാനായിട്ട് ശ്രദ്ധിക്കുക. അലഹാബാദിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സമ്മേളനങ്ങളെല്ലാം നടന്നിട്ടുണ്ട്. ഗുവാഹട്ടി നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. 926 ഒരു സമ്മേളനം മാത്രമാണ് അവിടെ നടന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രയും പിക്ചേഴ്സ് നിങ്ങൾക്ക് ഒറ്റയടിക്ക് റിവൈസ് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്ന ഒരു ഇമേജ്, അല്ലെങ്കിൽ ഇത്രയും സമ്മേളനം ഒറ്റയടിക്ക് റിവൈസ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഇമേജ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ അതിനകത്ത് ഇട്ടിരിക്കുന്നത്. റിവിഷൻ സമയത്ത് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. ഞാൻ ഈ പറഞ്ഞ സമ്മേളനങ്ങളെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, ഈ സൈഡിൽ നോട്ട് ചെയ്ത് പോവുക. ഞാൻ ഈ റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുള്ള ഈ മാർജിനകത്ത് നിങ്ങൾ ഈ പറഞ്ഞ സമ്മേളനങ്ങൾ നോട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ
അതിനെ മാപ്പ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ മൈൻഡിൽ അത് കൈയോടെ പതിയും. ഓക്കെ, ഇനി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ട് നിലവിലുള്ള ഏതാനും സിദ്ധാന്തങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സേഫ്റ്റി വാൽവ് തിയറി, ലാല ലജ്പത് റായ് ആണ് സേഫ്റ്റി വാൽവ് തിയറി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. കോൺസ്പിറസി തിയറി മുന്നോട്ട് വെച്ചിരിക്കുന്ന ആളുടെ പേരെന്താണ്? കോൺസ്പിറസി തിയറി മുന്നോട്ട് വെച്ചിരിക്കുന്ന ആളുടെ പേരാണ് RP ദത്ത്. ശ്രദ്ധിക്കുക, RC ദത്ത് അല്ല, RP ദത്ത്. RP ദത്ത് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ബ്രിട്ടീഷ് സിറ്റിസൺ ആണ്, ഇന്ത്യക്കാരനല്ല. പേര് കേൾക്കുമ്പോൾ ഇന്ത്യക്കാരനാണെന്ന് തോന്നുമെങ്കിലും അദ്ദേഹം എന്താണ്? ബ്രിട്ടീഷ് സിവിൽ സർവൻ്റ് ആണ്. ബ്രിട്ടീഷിലെ ഈ പറഞ്ഞ പോലെ അത്യാവശ്യം പോപ്പുലർ ആയിട്ടുള്ള റൈറ്ററും കാര്യങ്ങളൊക്കെയാണ്. അദ്ദേഹമാണ് ഹിസ്റ്റോറിയനാണ്. അദ്ദേഹമാണ് കോൺസ്പിറസി തിയറി ആണ് എന്നുള്ള രീതിയിലൊരു വാദം മുന്നോട്ട് കൊണ്ടുവച്ച്. ഓഫ് കോഴ്സ് അയാൾ ഇന്ത്യൻ ഒറിജിൻ ഉള്ള ആളാണ്. ലൈറ്റ്നിങ് കണ്ടക്ടർ തിയറി എന്നുള്ള രീതിയിൽ മുന്നോട്ട് വെച്ചിട്ടുള്ള ആളാണ് ഗോപാലകൃഷ്ണ ഗോഖലെ. ഇവർ ഈ പറഞ്ഞിട്ടുള്ള 3 സിദ്ധാന്തങ്ങളുടെയും അടിസ്ഥാനം അല്ലെങ്കിൽ അതിൻ്റെ എല്ലാം ഒരു അന്തസത്ത എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോൺഗ്രസ് എന്ന് പറയുന്ന സംഘടന ഒരിക്കലും ജനങ്ങളുടെ ഇടയിൽ നിന്നും ഉണ്ടായി തന്നെ രൂപീകരിക്കപ്പെട്ട് വന്നിട്ടുള്ള ഒരു സംഘടനയല്ല എന്നുള്ള ഒരു ആശയത്തെയാണ് അവർ മുറുകെ പിടിക്കുന്നത്. ഇത് ഈ പറയുന്ന അപ്പർ മിഡിൽ ക്ലാസ്സിൽ വരുന്ന ധനാഢ്യന്മാരായിട്ടുള്ള ഏതാനും വക്കീലന്മാരും ബിസിനസ് ക്ലാസ്സുകളുള്ള ആളുകളുടെയും ഒരു സംഘടനയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അതിൻ്റെ രൂപീകരണത്തിന് വേണ്ടി ചുക്കാൻ പിടിച്ചത് ബ്രിട്ടീഷുകാർ തന്നെയാണ് എന്നാണ് കോൺസ്പിറസി തിയറിക്കകത്ത് പറഞ്ഞത്. ലൈറ്റ്നിങ് കണ്ടക്ട് തിയറിയും സേഫ്റ്റി വാൽവ് തിയറിയും എന്താണ് പറയുന്നത്? ജനരോഷം ആളിക്കത്തുമ്പോൾ സേഫ്റ്റി വാൽവ് അല്ലേ, നമുക്കറിയാം സേഫ്റ്റി വാൽവ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ രീതിയിൽ പറയുന്നതിനാണ് പ്രഷർ കുക്കറിൽ അല്ലേ. പ്രഷർ കുക്കറിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? അതിനകത്ത് പാകം ചെയ്യേണ്ട സാധനങ്ങൾ, ഇപ്പോൾ അരിയാണെങ്കിൽ അരി അല്ലെങ്കിൽ വെള്ളമാണെങ്കിൽ വെള്ളം നമ്മൾ തിളപ്പിക്കാനായിട്ട് വെച്ചു, അതിൻ്റെ മൂടി അടച്ചു വെച്ചു. സേഫ്റ്റി വാൽവ് അല്ലെങ്കിൽ അവിടെ ഒരു ഹോൾ ഇല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഇതിനകത്ത് പ്രഷർ വന്ന് അവസാനം കുക്കർ പൊട്ടിത്തെറിക്കുന്ന ഒരു അവസ്ഥ വരും. സേഫ്റ്റി വാൽവ് വെക്കുന്ന എന്തിനാണ്? പ്രഷർ വന്ന് കുക്കർ പൊട്ടിത്തെറിക്കാതിരിക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്യും? ആ സേഫ്റ്റി വാൽവ് അത് അമിതമായിട്ടുള്ള പ്രഷറിന് എന്ത് ചെയ്യും? ആ വാൽവ് ഒന്ന് മുകളിലേക്ക് വരുമ്പോൾ എന്ന് പറഞ്ഞ സൗണ്ടിലൂടെ പ്രഷറിനെ പുറത്തേക്ക് വിടുന്നു. കുക്കർ എന്ത് ചെയ്യുന്നു? ഒരു നോർമൽ രീതിയിലേക്ക് വരുന്നു. ഇതിൻ്റെ ഇനി നിങ്ങൾ നമ്മുടെ ജനരോഷമായിട്ടൊന്ന് താരതമ്യം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഉത്തരം കിട്ടും. 1857 സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാർ പേടിച്ചു വിറച്ചു. കാരണം എന്താണ്? ഈസ്റ്റ് ഇന്ത്യ കമ്പനി കൂപ്പുകുത്തി. കമ്പനിക്ക് ഈ പറയുന്ന ജനരോഷം, അതും ഈ പറഞ്ഞ പോലെ നമ്മൾ അത് പാൻ ഇന്ത്യ ഓൾ ഇന്ത്യ ലെവലിലുള്ളൊരു വിപ്ലവമായിരുന്നില്ല, നമുക്കറിയാവുന്നതാണ് അല്ലേ. നോർത്തേൺ ഇന്ത്യ കേന്ദ്രീകരിച്ചുകൊണ്ട്, നോർത്തേൺ ഇന്ത്യയുടെ ഏതാനും പോക്കറ്റുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഏതാനും രാജാക്കന്മാർ നടത്തിയിട്ടുള്ള ഒരു വിപ്ലവമാണ് 1857 ശിപ്പായി വിപ്ലവം. അത് ഈ പറഞ്ഞ പോലെ അതിനകത്ത് എല്ലാ ജനങ്ങളുടെ പിന്തുണ ഉണ്ടായിരുന്നു വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. സ്റ്റിൽ അത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ ഇവിടെ നിന്ന് തുരത്താൻ മാത്രം പവർഫുൾ ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു. അപ്പൊ അത്തരത്തിൽ ജനങ്ങൾ ഇനി ഒറ്റക്കെട്ടായിട്ട് വന്നാൽ, ജനങ്ങൾ തെരുവിൽ ഇറങ്ങിയാൽ എന്താണ് അവർ തങ്ങളുടെ അവസ്ഥ എന്നുള്ളത് ബ്രിട്ടീഷുകാർക്ക് വ്യക്തമായിട്ടുള്ള ഒരു ധാരണയുണ്ടായിരുന്നു. അപ്പൊ അതിനെ തടയിടുന്നതിന് വേണ്ടി ബ്രിട്ടീഷുകാർ തന്നെ, അന്നത്തെ ബ്രിട്ടീഷുകാരുടെ സിവിൽ സർവീസ്, ഇപ്പൊ എയോ ഹ്യൂം ആണ് ഇത് ഫൗണ്ട് ചെയ്തതെന്ന് പറഞ്ഞു, എയോ ഹ്യൂമിന്റെ തന്നെ കൂട്ടാളികൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന ആ കാലഘട്ടത്തിലെ ഈ പറയുന്ന എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളെ കൂട്ടുപിടിച്ചുകൊണ്ട് രൂപീകരിച്ച ഒരു സംഘടനയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അതാണ് അതിൻ്റെ ഒരു ഈ തിയറിയുടെ ഒരു അടിത്തറ അല്ലെങ്കിൽ അതിൻ്റെ ഒരു അന്തസത്ത എന്ന് പറയുന്നത്. വ്യക്തമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഞാനിത് ഓൾറെഡി ക്ലാസ്സിനകത്ത് ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ഇനി എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ നിങ്ങൾ ഈ പേരുകൾ കൃത്യമായിട്ട് പഠിച്ചു പോവുക. അതിന് മുന്നേ ചോദിച്ചിട്ടുണ്ട്. സെഷൻസിന്റെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്, അതും കൂടെ എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്ത് പോവുക. ഇനി ഇത് നോക്കുക. ആദ്യകാല കോൺഗ്രസ് സമ്മേളനങ്ങളിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സമ്മേളനങ്ങളാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. 1885 എന്തുകൊണ്ട് പോപ്പുലർ ആയി എന്നുള്ളത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഒന്നാമത്തെ സമ്മേളനം ബോംബെയിൽ വെച്ച് നടന്നു. WC ബാനർജിയാണ് അതിൻ്റെ അധ്യക്ഷത. സെക്രട്ടറി ആരാണ്? എയോ ഹ്യൂം. 1886 കൽക്കട്ട സമ്മേളനം, ദാദാഭായ് നവറോജിയാണ് അതിൻ്റെ അധ്യക്ഷത വഹിച്ചത്. 1887 മദ്രാസിലാണ് സമ്മേളനം നടക്കുന്നത്. ബദ്രുദ്ദീൻ ത്യാബ്ജി, നേരത്തെ നമ്മൾ രഹന ത്യാബ്ജിനെ പറ്റി പറഞ്ഞു, അതുപോലെ തന്നെ ബദ്രുദ്ദീൻ ത്യാബ്ജിയാണ് എന്ത് ചെയ്തത്? മദ്രാസിലെ സമ്മേളനം അധ്യക്ഷത വഹിച്ചത്. ഏറ്റവും ആദ്യത്തെ ഒരു മുസ്ലിം അധ്യക്ഷൻ എന്നുള്ള രീതിയിലും അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. 1888 അലഹാബാദിൽ വെച്ചുകൊണ്ട് ജോർജ് യൂൾ അധ്യക്ഷത വഹിക്കുന്നു. ഏറ്റവും ആദ്യത്തെ ഇംഗ്ലീഷുകാരൻ അല്ലെങ്കിൽ ഇന്ത്യക്കാരനല്ലാത്ത ഏറ്റവും ആദ്യത്തെ കോൺഗ്രസിന്റെ അധ്യക്ഷൻ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1888 അലഹാബാദ്, നമ്മൾ നേരത്തെ ചോദ്യം കണ്ടാണ്, അലഹാബാദിൽ വെച്ചിട്ടാണ് ജോർജ് യൂൾ എന്ത് ചെയ്തിട്ടുള്ളത്? ഈ പറയുന്ന സമ്മേളനത്തിന് നേതൃത്വം കൊടുത്തിട്ടുള്ളത്. 1896 കൽക്കട്ട സമ്മേളനം നടക്കുന്നു. അതിന്റെ അധ്യക്ഷത വഹിച്ചിട്ടുള്ള വ്യക്തിയാണ് റഹ്മത്തുള്ള സയാനി എന്ന് പറയുന്നത്. റഹ്മത്തുള്ള സയാനി ഇത് ഇമ്പോർട്ടൻ്റ് ആയതിന്റെ പിന്നിലെ കാരണമാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. റഹ്മത്തുള്ള സയാനി അല്ലെങ്കിൽ ആ സമ്മേളനം 1896 കൽക്കട്ട സമ്മേളനം എന്തുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആയി? The song Vande Mataram, composed in Sanskrit by Bankim Chandra Chatterjee, was a source of inspiration to the people in their struggle for freedom. The first political occasion when it was sung was in 1896 session.
ആരാണത് പാടിയത്? രവീന്ദ്രനാഥ് ടാഗോർ ആണ് ആ ഗാനം 1896 കൽക്കട്ട സമ്മേളനത്തിനകത്ത് വെച്ചിട്ട് ആലപിച്ചത്. അപ്പോൾ അതിന് മുന്നേ തന്നെ വന്ദേ മാതരം എന്ന് പറയുന്ന പാട്ട് സംസ്കൃതത്തിൽ ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് എന്ത് ചെയ്തത്? ആദ്യമായിട്ട് ചിട്ടപ്പെടുത്തിയത്. അത് 1896 കോൺഗ്രസ് സമ്മേളനത്തിനകത്ത് എന്ത് ചെയ്യുന്നു? ആലപിക്കുന്നു. ആര്? രവീന്ദ്രനാഥ് ടാഗോർ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ 1800 അല്ലെങ്കിൽ ഈ വന്ദേ മാതരം എന്ന് പറയുന്നത് ഇപ്പോൾ കുറച്ച് കോൺട്രവേഴ്സീസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ കോൺട്രവേഴ്സി മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ 150th ആനിവേഴ്സറി ഉള്ളത് കൊണ്ടുകൂടെ എന്ത് ചെയ്യുന്നു? ഇപ്പോൾ അത് ന്യൂസിൽ വന്നു. റീസെൻ്റ്ലി നവംബർ 7-നാണ് അതിൻ്റെ 150th ആനിവേഴ്സറി ആഘോഷിക്കുന്നത്. നമ്മുടെ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ അഥവാ PIB എന്ന് പറയുന്ന സർക്കാരിൻ്റെ ഡോക്യുമെൻറ്റിനകത്ത് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഏതാനും ന്യൂസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇനി വരാനിരിക്കുന്ന പരീക്ഷകൾക്കൊക്കെ ഇതിനകത്ത് ഒരു ചോദ്യം വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഞാനിത് പറഞ്ഞത് വിട്ടിരുന്നോട്ടെ. എക്സാമിന് ക്വസ്റ്റ്യൻ വരുമ്പോൾ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ്റെ സമയത്ത് ഞാനിത് ഒരിക്കൽ കൂടെ പറയും, ഒരിക്കൽ കൂടെ ചോദിക്കും. അപ്പോൾ എത്ര പേര് ശരിയാക്കി എന്നുള്ളതിൻ്റെ അടുത്ത് പറയണം. ഓക്കെ, ഇനി 901 കൽക്കട്ട സെഷൻ ദിൻഷാ ഇ വാച്ചയാണ് എന്ത് ചെയ്തത്? അതിൻ്റെ അധ്യക്ഷത വഹിച്ചത്. ഈ പേരുകൾ ഇപ്പോൾ ലാസ്റ്റ് ഞാൻ പറഞ്ഞ റഹ്മത്തുള്ള സയാനിയും ദിൻഷാ ഇ വാച്ചയും നിങ്ങൾ കേട്ട് കാണില്ല, പക്ഷെ നിങ്ങൾ പഠിക്കേണ്ട പേരുകളാണ്. 901 കൽക്കട്ട സമ്മേളനത്തിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണ്? 901 കൽക്കട്ട സമ്മേളനമാണ് ഗാന്ധി ആദ്യമായിട്ട് പങ്കെടുത്ത കോൺഗ്രസ് സമ്മേളനം എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗാന്ധി ആദ്യമായി പങ്കെടുത്ത കോൺഗ്രസ് സമ്മേളനം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 901 കൽക്കട്ട സമ്മേളനമാണ്. പല കുട്ടികൾക്കും സംശയം വരും, 901 ഗാന്ധി സൗത്ത് ആഫ്രിക്കയിലായിരുന്നില്ലേ എന്ന്. 1893 മുതൽ 1915 വരെ ഗാന്ധി സൗത്ത് ആഫ്രിക്കയിലാണ് അദ്ദേഹത്തിൻ്റെ ഈ പൊതുപ്രവർത്തനം, രാഷ്ട്രീയ പ്രവർത്തനം എല്ലാം നടത്തിയിരുന്നത്. അതിനിടയിൽ അദ്ദേഹം ഇന്ത്യയിൽ വന്നപ്പോൾ പങ്കെടുത്തിട്ടുള്ള ഒരു സമ്മേളനമാണ് 901 സമ്മേളനം. ഇത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ തന്നെ ഒഫീഷ്യൽ സൈറ്റിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അതിന്റെ സ്നിപ്പാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. Mahatma appears on the Congress platform. The 1901 Calcutta session was the first time Mahatma Gandhi appeared on the Congress platform. Then a lawyer based in South Africa, Gandhiji urged the Congress to support the struggle against racial discrimination and exploitation in the country. എവിടെ? സൗത്ത് ആഫ്രിക്കയിൽ ഇന്ത്യക്കാർ നേരിട്ടിരുന്ന റേഷ്യൽ പ്രൊഫൈലിങ്ങിനെതിരെ ഗാന്ധി എന്ത് ചെയ്യുന്നു? ഇവിടെ ഉള്ള ഇന്ത്യക്കാരും കോൺഗ്രസും ശബ്ദമുയർത്തണമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നമ്മുടെ കൽക്കട്ട സെഷനകത്ത് അദ്ദേഹം പ്രസംഗിക്കുകയുണ്ടായി. 905 ബനാറസ് സമ്മേളനം അധ്യക്ഷത വഹിച്ച വ്യക്തിയുടെ പേരാണ് ആര്? ഗോപാലകൃഷ്ണ ഗോഖലെ. ഗോപാലകൃഷ്ണ ഗോഖലയുടെ പ്രത്യേകത എന്താണ്? ഇവിടെയാണ് ഡിവിഷൻസ് ബിറ്റ്വീൻ മോഡറേറ്റ്സ് ലെഡ് ബൈ ഗോപാലകൃഷ്ണ ഗോഖലെ ആൻഡ് സുരേന്ദ്രനാഥ് ബാനർജി and the extremists led by Balagangadhara Tilak came to fore in this session. While Tilak and Lala Lajpat Rai wanted the Congress to boycott the visit of the Prince of Wales in protest against the Bengal partition, the moderates opposed any such move. അപ്പോൾ ഇവിടെ തൊട്ടാണ് ആ ഒരു സ്പ്ലിറ്റിനുള്ള ഇവരുടെ ഇടയിലുള്ള ഒരു എന്താണ് ഒരു വിഭജനം വ്യക്തമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഗോപാലകൃഷ്ണ ഗോഖലെ പോലെയും അതുപോലെ തന്നെ സുരേന്ദ്രനാഥ് ബാനർജിയെ പോലെയുള്ള മോഡറേറ്റുകൾ ഒരു സ്റ്റെപ്പ് അധികം അങ്ങോട്ട് മുന്നോട്ട് എടുക്കാനായിട്ട് അവർ തയ്യാറായിരുന്നില്ല. എന്നാൽ തിലകും അതുപോലെ തന്നെ ലാലാ ലജ്പത് റായ്, നമ്മുടെ ത്രിമൂർത്തികൾ എന്ന് പറയുന്ന ബിപിൻ ചന്ദ്രപാൽ അല്ലെ, ലാലാ ലജ്പത് റായ്, ബിപിൻ ചന്ദ്രപാൽ അതുപോലെ തന്നെ ബാലഗംഗാധര തിലക്, ഇവർ 3 പേരും അടങ്ങുന്ന എന്താണ് എക്സ്ട്രീമിസ്റ്റ് സംഘത്തിന്റെ നിലപാടെന്ന് പറയുന്നത് ജനരോഷത്തെ 905 ബംഗാൾ വിഭജനത്തിന്റെ പുറത്ത് വന്നിട്ടുള്ള ജനരോഷത്തെ എന്ത് ചെയ്യണം? കുറച്ചുകൂടെ ആളി കത്തിക്കണം, മാസ് പ്രൊട്ടസ്റ്റുകൾ നമ്മൾ ഇറക്കണം, തെരുവിലിറങ്ങണം, ബ്രിട്ടീഷുകാർ അങ്ങനെയാണ് നമുക്ക് ഇവിടെ നിന്ന് ഓടിക്കാനായിട്ട് പറ്റുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ അങ്ങനെ നമുക്ക് നേടിയെടുക്കാനായിട്ട് പറ്റുള്ളൂ എന്നുള്ള നിലപാട് സ്വീകരിച്ചിട്ടുള്ള ആളുകളാണ് ആര്? എക്സ്ട്രീമിസ്റ്റുകൾ. അപ്പോൾ മോഡറേറ്റ്സും എക്സ്ട്രീമിസ്റ്റുകളും തമ്മിലുള്ള ഈ ഒരു വിഭജനം ആദ്യമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് 905 ബനാറസ് സമ്മേളനത്തിലാണ്. ഗോപാലകൃഷ്ണ ഗോഖലെയാണ് അധ്യക്ഷത വഹിച്ചത്. 906 ഇതേ സ്പ്ലിറ്റ് കുറച്ചുകൂടെ ഊർജ്ജസ്വലമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അഭിപ്രായ വ്യത്യാസം കുറച്ചുകൂടെ ഊർജ്ജസ്വലമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷേ എന്തായില്ല, അവിടെ ഒരു വിഭജനത്തിന്റെ വക്കിലേക്ക് അത് പോയില്ല. കാരണം അന്ന് 906 സെഷൻ അധ്യക്ഷത വഹിച്ചത് ദാദാഭായ് നവറോജിയാണ്. എക്സ്ട്രീമിസ്റ്റുകളും മോഡറേറ്റുകളും എല്ലാം ഒരുപോലെ റെസ്പെക്ട് ചെയ്തിരുന്ന ഇന്ത്യയുടെ വയോധികനായിട്ടുള്ള ഒരു വ്യക്തിയാണ് ആര്? ദാദാഭായ് നവറോജി. അപ്പോൾ അദ്ദേഹത്തിന് അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്ന ഒരു സ്ഥലത്ത് വെച്ചിട്ട് വിഭജനത്തിലേക്ക് നയിക്കാനോ അല്ലെങ്കിൽ വിഭജിച്ച് കോൺഗ്രസ് പിളർന്നു പോകാനോ ആര് തയ്യാറായിരുന്നില്ല? ഇരു കൂട്ടരും തയ്യാറായിരുന്നില്ല. 907 സൂററ്റ് സമ്മേളനം നടക്കുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നു? ഒഫീഷ്യലി കോൺഗ്രസ്സുകൾ 2 ഭാഗമായിട്ട് പിളരുന്നത്, മോഡറേറ്റ്സ് വിഭാഗവും എക്സ്ട്രീമിസ്റ്റ് വിഭാഗവും. ഓക്കെ, അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ 905 വരെയുള്ള സമ്മേളനത്തിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇനി ഫോറിൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റ്സ് ആരൊക്കെയാണ്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 88 അലഹാബാദിൽ വെച്ച് ജോർജ് യൂളാണ് ഏറ്റവും ആദ്യത്തെ ഇന്ത്യക്കാരനല്ലാത്ത ഒരു ഫോറിൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. 89 ബോംബെ വെച്ച് വില്യം വെഡർബണ്ണും,
2010 അലഹാബാദിൽ വെച്ച് വീണ്ടും അദ്ദേഹം തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, അധ്യക്ഷ സ്ഥാനം വഹിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു ചോദ്യമായിട്ട് വരാം. 2 വട്ടം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനം വഹിച്ചിട്ടുള്ള ബ്രിട്ടീഷുകാരൻ അല്ലെങ്കിൽ ഫോറിനർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? സർ വില്യം വെഡർബൺ ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. 894 മദ്രാസിൽ വെച്ചുകൊണ്ട് ആൽഫ്രഡ് വെബും 904 ബോംബെയിൽ വെച്ചുകൊണ്ട് സർ ഹെൻറി കോട്ടനും 917 കൽക്കട്ടയിൽ വെച്ചുകൊണ്ട് ആനി ബെസന്റ്. ഇങ്ങനെ മൊത്തത്തിൽ 1, 2, 3, 4, 5 പേരാണ് 6 സമ്മേളനങ്ങളിലായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 1885 മുതൽ 947 വരെയുള്ള ചരിത്രത്തിൽ കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനം വഹിച്ചിട്ടുള്ളത്. 5 വിദേശീയരാണ് അല്ലെങ്കിൽ വൈദേശികരാണ്. അവർ എത്ര വട്ടം? 6 വട്ടങ്ങളിലായിട്ടാണ് സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചത് എന്നുള്ള കാര്യം കൂടെ എന്ത് ചെയ്യുക, നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഇത്രയും ഭാഗം നമ്മൾ ഈ പറയുന്ന കോൺഗ്രസ് എറയുടെ ഏറ്റവും ആദ്യത്തെ ഭാഗത്തിൽ നമ്മൾ കോൺഗ്രസ് സമ്മേളനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഇത്രയും ഭാഗങ്ങളാണ് പ്രധാനമായിട്ടും പറയാനുള്ളത്. നമുക്ക് ഇനി ഇതിന് ശേഷം വരുന്ന ഭാഗം എന്ന് പറയുന്നത് എന്താണ്? ബംഗാൾ വിഭജനത്തിലേക്കുള്ള ഉത്തരവ്, അതിനുശേഷം നടക്കുന്ന സ്വദേശി പ്രസ്ഥാനം, അതിൻ്റെ തുടർക്കഥകളൊക്കെയാണ് നമ്മൾ ഇനി വരുന്ന ക്വസ്റ്റ്യൻസിൽ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അടുത്ത ചോദ്യങ്ങൾ നോക്കാം. വെൻ വാസ് ദ പാർട്ടീഷൻ ഓഫ് ബംഗാൾ ഹാപ്പൻ? ബംഗാൾ വിഭജനം എന്നാണ് നടന്നത്? 905 നടന്നത്, നമുക്കറിയാവുന്നതാണ്. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് മൂവ്മെന്റ് വാസ് സ്റ്റാർട്ടഡ് ബൈ ലാൽ ബാൽ പാൽ? ഞാൻ നേരത്തെ പറഞ്ഞതാണ് ഏതാണ്? സ്വദേശി പ്രസ്ഥാനം. ബംഗാൾ വിഭജനത്തിന്റെ ഭാഗമായിട്ട് അതിന്റെ ചൂട് പിടിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള പ്രക്ഷോഭമാണ് സ്വദേശി പ്രസ്ഥാനം എന്ന് പറയുന്നത്. ഇനി ഡ്യൂറിങ് സ്വദേശി മൂവ്മെന്റ് ഇൻ ബംഗാൾ എ ട്രൈ കളർ ഫ്ലാഗ് വാസ് ഡിസൈൻഡ് ഹാവിംഗ് കളേഴ്സ്. ഏതൊക്കെയാണ് ആ ത്രിവർണ്ണ പതാകയുടെ നിറങ്ങൾ എന്നാണ് വെച്ചിരിക്കുന്നത്? അത് ചുവപ്പ്, അതുപോലെ തന്നെ പച്ച, മഞ്ഞ, റെഡ്, ഗ്രീൻ ആൻഡ് യെല്ലോ. നമ്മുടെ ഈ കഴിഞ്ഞ ഓഗസ്റ്റ് 15 ഇൻഡിപെൻഡൻസ് ഡേക്ക് ഞാൻ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഉണ്ടായിരുന്നു, ഇന്ത്യൻ ദേശീയ പതാകയുടെ ചരിത്രം എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അതിനകത്ത് ഇന്ത്യൻ ദേശീയ പതാക എങ്ങനെയാണ് ഓരോ കാലഘട്ടങ്ങളിലും ഉണ്ടായിരുന്നത് എന്നുള്ളത് വ്യക്തമായിട്ട് ഞാൻ ആ വീഡിയോയിൽ പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾക്ക് ആ വീഡിയോ പോയി റെഫർ ചെയ്യാവുന്നതാണ്. ഓക്കെ. ഇനി ദ ആക്ച്വൽ റീസൺ കൺസിഡർഡ് ബിഹൈൻഡ് ദ പാർട്ടീഷൻ ഓഫ് ബംഗാൾ ബൈ ലോർഡ് കേഴ്സൺ വാസ്? എന്തുകൊണ്ടാണ് ലോർഡ് കേഴ്സൺ ആക്ച്വലി ബംഗാളിനെ രണ്ടാക്കി മുറിച്ചത്? സിമ്പിൾ ആണ്, ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി ഓഫ് ബ്രിട്ടീഷ്. വിഭജനം എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് ബേസിക്കലി കേഴ്സൺ അത് ചെയ്തത്. ഇനി ഡ്യൂറിംഗ് ദ ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ് ഹു അമംഗ് ദ ഫോളോയിങ് പെയിന്റഡ് ദ ഫേമസ് പിക്ചർ ഓഫ് ഭാരത് മാത? ഭാരത് മാതയുടെ പടം വരച്ചത് ആരാണ്? ഇതും ഈ പറഞ്ഞ പോലെ കറണ്ട് അഫയറിൽ നിൽക്കുന്ന ഒന്നാണ്. ആരാണ്? അബനീന്ദ്രനാഥ് ടാഗോർ ആണ് ആ പടം വരച്ചത്. ഇനി ബാലഗംഗാധര തിലകും അതുപോലെ തന്നെ രത്തൻജി ടാറ്റയും കൂടെ ചേർന്ന് സ്വദേശി ഗുഡ്സ് എന്ന് പറഞ്ഞുകൊണ്ട് 905 ഒരു ഔട്ട്ലെറ്റ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിന്റെ പേര് എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്? ബോംബെ സ്വദേശി കോപ്പറേറ്റീവ് സ്റ്റോഴ്സ് കമ്പനി ലിമിറ്റഡ് എന്നാണ് അതിന്റെ പേര്. നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടെങ്കിൽ കിട്ടാവുന്നതാണ്. ബാലഗംഗാധര തിലക് അദ്ദേഹത്തിന്റെ ഈ പറയുന്ന സ്വാതന്ത്ര്യ സമരമായിട്ട് ബന്ധപ്പെട്ടുള്ള ആക്ടിവിറ്റീസ് എല്ലാം തന്നെ നടക്കുന്നത് ബോംബെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. അപ്പോൾ ഇതിൽ ബോംബെയോട് ചേർന്ന് നിൽക്കുന്ന ഒരു പേരേ ഉള്ളൂ, ബോംബെ സ്വദേശി കോപ്പറേറ്റീവ് സ്റ്റോഴ്സ് കമ്പനി ലിമിറ്റഡ് എന്നുള്ള പേര് മാത്രമാണ് നമുക്കിവിടെ പറയാനായിട്ട് പറ്റുന്നത്. ഇനി ഹു വാസ് ദ ഫൗണ്ടർ ഓഫ് ഹോം റൂൾ ലീഗ് മൂവ്മെന്റ്? ആരാണ്? ആനി ബെസന്റ് ആണ് ഹോം റൂൾ ലീഗ് മൂവ്മെന്റിന്റെ ഫൗണ്ടർ ആയിട്ട് വരുന്നത്. അടുത്ത എന്താണ്? വിച്ച് പോപ്പുലർ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ഓഫ് ഇന്ത്യ വാസ് ബിൽറ്റ് ഇൻ 1911 ടു കമമറേറ്റ് ദ വിസിറ്റ് ഓഫ് കിങ് ജോർജ് V ആൻഡ് ക്വീൻ മേരി? ജോർജ് 5 രാജാവിന്റെയും അതുപോലെ തന്നെ മേരി എന്ന് പറയുന്ന രാജ്ഞിയുടെയും വരവിനെ അതിനു വേണ്ടിയിട്ട് 911 പണി കഴിച്ചിട്ടുള്ള ഇന്നത്തെ ഏറ്റവും പോപ്പുലർ ആയിട്ട് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഗേറ്റ് വേ ഓഫ് ഇന്ത്യ ആണെന്നുള്ള കാര്യം കൂടെ എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓപ്ഷൻസ് എല്ലാം കൺഫ്യൂസിംഗ് ആയിട്ടുള്ളതാണ്, അറിയാവുന്നവർക്ക് ശരിയാക്കി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റൻ എന്ന് പറയുന്നത് മുസ്ലിം ലീഗ് വാസ് ഫൗണ്ടഡ് ഇൻ? മുസ്ലിം ലീഗ് എന്നാണ് അല്ലെങ്കിൽ എവിടെയാണ് ഫൗണ്ട് ചെയ്തിരിക്കുന്നത്? എവിടെയാണ്? ധാക്കയിൽ വെച്ചിട്ടാണ് ഫൗണ്ട് ചെയ്തിരിക്കുന്നത്. ലാഹോറും കറാച്ചിയും എല്ലാം ഓപ്ഷനകത്തുണ്ട്, ധാക്കയിൽ വെച്ചിട്ടാണെന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. നമുക്കിനി ഈ ഭാഗത്തിലേക്ക് പെട്ടെന്ന് തന്നെ കടക്കാം. സ്വദേശി മൂവ്മെന്റ് അതിന്റെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് 905 മുതൽ 911 വരെയാണ്. ഇത് ഇത്തവണത്തെ NTPC അണ്ടർ ഗ്രാജുവേറ്റിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. NTPC അണ്ടർ ഗ്രാജുവേറ്റ് 2025 ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഏത് കാലഘട്ടമാണ്, ഏത് സമയത്താണ് സ്വദേശി മൂവ്മെന്റ് നടന്നിട്ടുള്ളത്? NTPC ഗ്രാജുവേറ്റ് ലെവലിന് ഇതിന്റെ സ്വദേശി മൂവ്മെന്റ് തുടങ്ങിയ വർഷവും അവസാനിച്ച വർഷവും ഒക്കെ ചോദിച്ചിട്ടുണ്ട്. സ്വദേശി മൂവ്മെന്റ് എന്ന് പറയുന്നത് പ്രീ ഗാന്ധിയൻ എറ, ഗാന്ധിക്ക് മുന്നേ ഉള്ള കാലഘട്ടത്തിലെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ്, ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് നടത്തിയിട്ടുള്ള ഏറ്റവും വലിയൊരു പ്രക്ഷോഭമാണ് ഗാന്ധിയുടെ മുന്നേ ഉള്ള കാലഘട്ടത്തിൽ. അത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് സ്ത്രീകൾ, തൊഴിലാളികൾ, കർഷകർ, അതുപോലെ തന്നെ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളെല്ലാം തന്നെ മോഡേൺ നാഷണലിസ്റ്റ് ഐഡിയാസ് അല്ലെ, ദേശീയവാദവുമായിട്ട് മുന്നോട്ട് വരുന്നു. അവർ തെരുവിലിറങ്ങുന്നു, പ്രൊട്ടസ്റ്റ് ചെയ്യുന്നു, ബ്രിട്ടീഷുകാർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന ഒരു അവസ്ഥ എന്ത് ചെയ്യുന്നു നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിനു മുന്നേ ജനങ്ങൾ ഒറ്റക്കെട്ടായിരുന്നില്ല, ഓരോരുത്തർക്കും ഓരോ ശത്രുക്കളാണ് ഉണ്ടായിരുന്നത് അല്ലെ. തൊഴിലാളികളുടെ ശത്രുക്കൾ ജന്മിമാരായിരുന്നു. അങ്ങനെ പല പല
ശത്രുക്കൾ ഉണ്ടായിരുന്നവരെ എന്ത് ചെയ്യുന്നു, തങ്ങളുടെ കോമൺ എനിമി ബ്രിട്ടീഷുകാരാണ് എന്നുള്ള രീതിയിലേക്ക് വരുത്തിയെടുക്കാനായിട്ട് ഏറ്റവും ആദ്യം സാധിച്ചിട്ടുള്ളൊരു മൂവ്മെന്റ് ആണ് സ്വദേശി മൂവ്മെന്റ് എന്ന് പറയുന്നത്. ദ റോൾ പ്ലേഡ് ബൈ സ്വദേശമിത്രൻ ഇൻ തമിഴ്നാട്, കേസരി ഇൻ മഹാരാഷ്ട്ര, യുഗാന്തർ ഇൻ ബംഗാൾ ടു ബ്രിങ് മാസസ്. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുള്ള 3 പത്രങ്ങളാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. 3 ഈ പറഞ്ഞ പോലെ ജേർണൽസ് ആണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. സ്വദേശമിത്രൻ എന്ന് പറയുന്നത് തമിഴ്നാട്ടിലെയും, കേസരി മഹാരാഷ്ട്രയിലെയും, യുഗാന്തർ ബംഗാളിലെയും ജനങ്ങളെ മുന്നോട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടി പ്രധാന പങ്ക് വഹിച്ചിട്ടുള്ള പത്രങ്ങളാണ്. ഇനി ദ ഗവൺമെന്റ് പാസ്ഡ് എ സീരീസ് ഓഫ് റിപ്രസീവ് ആക്ട് സച്ച് ആസ് പബ്ലിക് മീറ്റിംഗ്സ് ആക്ട്. മീറ്റിങ്ങുകൾ, പബ്ലിക് ആയിട്ടുള്ള മീറ്റിങ്ങുകളെ എന്ത് ചെയ്യുന്നു, തടയിടുന്നതിന് വേണ്ടി അങ്ങനെ ഒരു നിയമം പാസ്സാക്കി. എക്സ്പ്ലോസീവ് സബ്സ്റ്റൻസ് ആക്ട് 908 പാസ്സാക്കി. ന്യൂസ് പേപ്പർ ഇൻസൈറ്റ്മെന്റ് ആൻഡ് ഒഫൻസ് ആക്ട് 908 പാസ്സാക്കി. ഇന്ത്യൻ പ്രസ് ആക്ട് പാസ്സാക്കി. ചുരുക്കി പറഞ്ഞാൽ ബ്രിട്ടീഷ് ഗവൺമെന്റിനെതിരെ ആരൊക്കെ ശബ്ദമുയർത്തുന്നു അല്ലെങ്കിൽ എന്തൊക്കെ രീതിയിലാണ് അവർക്കെതിരെ പ്രതിഷേധങ്ങൾ വരാൻ സാധ്യതയുള്ളത് അതിനെല്ലാം തടയിടുന്ന രീതിയിൽ എ സീരീസ് ഓഫ് നിയമങ്ങൾ, ഒരുപാട് നിയമങ്ങൾ എന്ത് ചെയ്യുന്നു ബ്രിട്ടീഷുകാർ ഈ ഒരു സമയത്ത് സ്വദേശി പ്രസ്ഥാനത്തിനെ തടയിടുന്നതിന് വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട്, പാസ്സാക്കുന്നുണ്ട്. ഇനി ആന്റി പാർട്ടീഷൻ മൂവ്മെന്റ്. അപ്പൊ ഈ സ്വദേശി മൂവ്മെന്റ് എന്ന് പറയുന്ന ഈ പ്രക്ഷോഭം തുടങ്ങുന്നതിന് പ്രധാനമായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് എന്താണ്, ബംഗാൾ വിഭജനമാണ്. കേഴ്സൺ എന്തിനാണ് ബംഗാളിനെ വിഭജിച്ചതെന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു. ഡിവൈഡ് ആൻഡ് റൂൾ പോളിസിയുടെ ഭാഗമായിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസിന് വേണ്ടിയിട്ടാണ് ഞാൻ ബംഗാളിനെ കീറിമുറിക്കുന്നതെന്നാണ് കേഴ്സന്റെ വാദം എന്നുണ്ടെങ്കിലും അതിന്റെ ആക്ച്വൽ റീസൺ എന്ത് തന്നെയാണ്, ബംഗാളാണ് നമുക്കറിയാവുന്ന പോലെ റവല്യൂഷണറി ആക്ടിവിറ്റീസിന്റെ എല്ലാം ഈറ്റില്ല. അവിടെ നിന്നാണ് ഈ പറയുന്ന എല്ലാ വിപ്ലവവും തുടങ്ങിയിട്ടുള്ളത്. ദേശീയ പ്രസ്ഥാനത്തിന്റെ എല്ലാം തുടക്കം നമ്മൾ ബോംബെയിൽ സമ്മേളനം നടത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ബംഗാളിലാണ്. നമുക്കറിയാം നവോത്ഥാനം തുടങ്ങുന്നത് ബംഗാളിലാണ്, അല്ലെ? ബ്രിട്ടീഷുകാരുടെ കയ്യിലേക്ക് ഏറ്റവും ആദ്യം വരുന്നത് ബംഗാളാണ്. അപ്പോൾ അതെല്ലാം കോറിലേറ്റഡ് ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടും റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യം കൂടെയാണ്. അപ്പോൾ ബംഗാളിനെ കീറി മുറിക്കുന്നതിലൂടെ ഈ പറയുന്ന പോലെ അവിടെ ഒരു വിഭജനം, ജനങ്ങളുടെ ഇടയിലും ഒരു വിഭജനം ഉണ്ടാക്കുന്നു. ഭാഷയുടെ പേരിലും മതത്തിന്റെ പേരിലൊക്കെ ജനങ്ങളെ വിഭജിക്കാനായിട്ട് തീരുമാനിക്കുന്നു. അപ്പോൾ അതിനെ അന്നത്തെ അവിടുത്തെ ലീഡേഴ്സ് ആയിട്ടുള്ള സുരേന്ദ്രനാഥ് ബാനർജി, കെ മിത്ര, PC റായ്, പ്രതീഷ് ചന്ദ്ര റായ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന ആന്റി പാർട്ടീഷൻ മൂവ്മെന്റിന്റെ മുന്നിൽ തന്നെയുണ്ട്. പക്ഷെ ദേ വർ റെസ്ട്രിക്റ്റഡ് ടു പ്രയേഴ്സ് ആൻഡ് പെറ്റീഷൻസ്. കാരണം അവരെന്താണ്, മോഡറേറ്റുകളാണ്. ഇനി പാർട്ടീഷൻ ഓഫ് ബംഗാൾ ഒഫീഷ്യലി ഡിക്ലെയർ ചെയ്യുന്നത് ജൂലൈ 19, 1905 ഈ ഡേറ്റ് ഓർത്തിരിക്കുക, ചോദിക്കാൻ സാധ്യതയുണ്ട്. ജൂലൈ 19, 1905 ബംഗാൾ വിഭജനം ഒഫീഷ്യൽ ആവുന്നത്. With the failure to stop the partition of Bengal and the pressure exerted by the radical leaders Bipin Chandra Pal, Ashwini Kumar Datta and Aurobindo Ghosh, the moderate leaders were forced to rethink their strategy and look for a new technique of protest. അപ്പോൾ പ്രയർ പെറ്റീഷൻ പ്രൊട്ടസ്റ്റ് എന്ന് പറയുന്ന അവരുടെ 3P മെത്തേഡിലൂടെ ബംഗാൾ വിഭജനത്തിന് തടയിടാനായിട്ട് ചെല്ലുന്നത് കേഴ്സന്റെ മുന്നിലേക്കാണ്. കേഴ്സൺ പറയുന്നു കടക്ക് പുറത്ത്. അപ്പോൾ എന്ത് ചെയ്തു, അവർക്ക് മനസ്സിലായി തങ്ങളുടെ ഈ 3P മെത്തേഡ്, അതായത് പ്രയർ പെറ്റീഷൻ പ്രൊട്ടസ്റ്റ് മെത്തേഡിലൂടെ ഒന്നും ഈ ബംഗാൾ വിഭജനത്തിന് തടയിടാനായിട്ട് സാധിക്കില്ല. പക്ഷെ ബംഗാൾ വിഭജനം പോലെ ഇത്രയും ബ്രൂട്ടലായിട്ടുള്ള ഒരു ആക്ട് പാസ്സാക്കുമ്പോൾ, ഒരു നിയമം പാസ്സാക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു കാര്യം നടപ്പിലാക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ എന്ത് ചെയ്യണം, പ്രൊട്ടസ്റ്റ് ചെയ്തേ പറ്റൂ. അപ്പോൾ അവിടെ ഓൾറെഡി പ്രൊട്ടസ്റ്റ് ചെയ്യാനായിട്ട് തെറിച്ചു നിൽക്കുന്ന അന്നത്തെ ചെറുപ്പക്കാരായിട്ടുള്ള ബിപിൻ ചന്ദ്രപാൽ, അശ്വിനി കുമാർ ദത്ത, അരവിന്ദ് ഘോഷ്, തിലക് പോലെയുള്ള അന്നത്തെ ചെറുപ്പക്കാരെന്ന് പറയാൻ പറ്റില്ല, പക്ഷെ അന്നത്തെ ഈ പറയുന്ന എക്സ്ട്രീമിസ്റ്റ് ചിന്താധാരയിലുള്ള ആളുകൾ നിൽക്കുമ്പോൾ കുറച്ചൊക്കെ അവരുടെ രീതിയിലേക്ക് എന്ത് ചെയ്യേണ്ടി വരുന്നു, മോഡറേറ്റ്സിന് അവരുടെ ആശയങ്ങളിൽ മായം ചേർക്കേണ്ടി വരുന്നു. ഇറ്റ് വാസ് ഡിസൈഡഡ് അറ്റ് എ മീറ്റിംഗ് ഇൻ കൽക്കട്ട ഓൺ 17th July 1905 ടു എക്സ്റ്റെൻഡ് പ്രൊട്ടസ്റ്റ് ടു മാസസ്. അപ്പോൾ ജനങ്ങളുടെ ഇടയിലേക്ക് കൂടെ, മാസങ്ങളുടെ ഇടയിലേക്ക് കൂടെ എന്ത് ചെയ്യുന്നു, പ്രൊട്ടസ്റ്റ് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നു. However, the moderates were very much against utilizing the campaign to start a full-scale passive resistance. അപ്പോൾ ഒറ്റയടിക്ക് ജനങ്ങളെല്ലാം തെരുവിലേക്ക് ഇറക്കി അങ്ങനെ ഒരു പ്രക്ഷോഭത്തിന് തയ്യാറായിരുന്നില്ല ആര്, മോഡറേറ്റ്സ്. കുറച്ചൊക്കെ ഈ പറഞ്ഞ പോലെ ജനങ്ങളെ ബോധവൽക്കരണം നടത്തുക, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പ്രൊട്ടസ്റ്റുകൾ നടത്തുക എന്നുള്ളതിനോടൊക്കെ അവർക്കും എന്തായിരുന്നു, യോജിപ്പാണ് ഉണ്ടായിരുന്നത്. ഇനി the boycott and Swadeshi were always interlinked to each other and a part of wider plan to make India self-sufficient. അപ്പം ഇതിന്റെ സ്വദേശി പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് ഉള്ള ഏറ്റവും ആദ്യം ഈ സ്വദേശി എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം തന്നെ എന്താണ്, ബോയ്ക്കോട്ട് ചെയ്യുക. അത് രണ്ടും ഇന്റർലിങ്ക്ഡ് ആണ്, അല്ലെ? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈദേശിക ഉൽപ്പന്നങ്ങൾ, ബ്രിട്ടീഷുകാർ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളെ കംപ്ലീറ്റ് ബഹിഷ്കരിച്ചുകൊണ്ട് തദ്ദേശീയമായിട്ടുള്ള ഒരു എന്താണ്, സെൽഫ് റിലയൻസിന് വേണ്ടിയിട്ട്, സെൽഫ് സഫിഷ്യൻസി ആക്കുന്നതിന് വേണ്ടിയിട്ട് സ്വദേശി ഉൽപ്പന്നങ്ങളെ മാത്രം ഉപയോഗിക്കുന്ന രീതിയിലേക്ക് എന്ത് ചെയ്യുന്നു, ഒരു വിപ്ലവം നടത്താനായിട്ട് തീരുമാനമെടുക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് ദ ഐഡിയ ഓഫ് എഡ്യൂക്കേഷൻ ഇൻ വെർനാക്കുലർ ലാംഗ്വേജ്, അല്ലെ, സ്വദേശ ഭാഷയിൽ, തദ്ദേശീയമായിട്ടുള്ള ഭാഷകളിൽ വിദ്യാഭ്യാസം എന്നുള്ളൊരു ഐഡിയ വരുന്നു. മെയ്ഡ് ഇറ്റ്സ് അപ്പിയറൻസ് മച്ച് ബിഫോർ ദ സ്വദേശി മൂവ്മെന്റ് വിത്ത് ദ ഫൗണ്ടേഷൻ ഓഫ് ബ്രൗൺ സൊസൈറ്റി ബൈ സതീഷ് ചന്ദ്ര മുഖർജി ഇൻ 1902. അപ്പോൾ ബംഗാൾ വിഭജനത്തിന് മുന്നേ തന്നെ ഈ ഒരു ഐഡിയ
വിദ്യാഭ്യാസം നമ്മുടെ ലോക്കൽ ലാംഗ്വേജിൽ, വെർണാക്കുലർ ലാംഗ്വേജിൽ വേണമെന്നുള്ള ഐഡിയ മുന്നോട്ട് വെച്ച വ്യക്തിയാണ് ആര്? സതീഷ് ചന്ദ്ര മുഖർജി 1902. പക്ഷേ ഈ സ്വദേശി പ്രസ്ഥാനം മുന്നോട്ട് വന്നപ്പോൾ എന്ത് ചെയ്യുന്നു? അതിന് കുറച്ചുകൂടെ ഒരു തീക്കനൽ വരുന്നു. നവംബർ 5, 1905 ഇനീഷ്യേറ്റീവ് ഓഫ് ഡൗൺ സൊസൈറ്റി വഴി നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു സംഘടന അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ എന്ത് ചെയ്യുന്നു? ഫോം ചെയ്യപ്പെടുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദ്യം വരും. ഇനി ഓഗസ്റ്റ് 1906 ബംഗാൾ നാഷണൽ കോളേജ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. എ സ്കൂൾ വർ ഫൗണ്ടഡ്. എന്തിനു വേണ്ടിയിട്ടാണ്? അത് ഈ പറഞ്ഞ പോലെ സ്വദേശി ഭാഷയിൽ, ബംഗാളി ഭാഷയിൽ പഠിപ്പിക്കുന്ന സ്കൂളാണ്. ലാല ലജ്പത് റായ്, ബാലഗംഗാധര തിലക്, അതുപോലെ തന്നെ ബിപിൻ ചന്ദ്രപാൽ തുടങ്ങിയ ആളുകൾ മഹാരാഷ്ട്ര, ബംഗാൾ, പഞ്ചാബ് തുടങ്ങിയ അവരുടെ ഏരിയകളിൽ അവരെന്ത് ചെയ്യുന്നു? ഈ പറഞ്ഞ പോലെ ഈ ആന്റി പാർട്ടീഷൻ മൂവ്മെന്റിനെ ചുക്കാൻ പിടിക്കുന്നു. ഇനി ബാലഗംഗാധര തിലക് രത്തൻജി ജംഷഡ്ജി ടാറ്റയായിട്ട് എന്ത് ചെയ്യുന്നു? കോ ഫൗണ്ട് ചെയ്യുന്നു. എന്ത്? ബോംബെ സ്വദേശി കോപ്പറേറ്റീവ് സ്റ്റോഴ്സ് കമ്പനി ലിമിറ്റഡ് ടു പ്രൊമോട്ട് സ്വദേശി ഗുഡ്സ് ഡ്യൂറിങ് ഏർലി 1900. അപ്പോൾ ഈ പറഞ്ഞ പോലെ സ്വദേശി പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് ഇത്തരത്തിലൊരു കമ്പനി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. PC റായ്, നമ്മൾ നേരത്തെ പറഞ്ഞ പ്രതീഷ് ചന്ദ്ര റായ് എന്ത് ചെയ്യുന്നു? ബംഗാൾ കെമിക്കൽസ് എന്ന് പറഞ്ഞുകൊണ്ട് സ്വദേശീയമായിട്ടുള്ള ഒരു ഫാക്ടറി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. VO ചിദംബരം പിള്ളை, നമുക്കറിയാവുന്നതാണ്, കപ്പലോട്ടിയ തമിഴൻ എന്നെല്ലാം അറിയപ്പെടുന്ന VO ചിദംബരം എന്ത് ചെയ്യുന്നു? ഒരു കപ്പൽ ഫാക്ടറി, സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. അതിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുള്ള കപ്പലുകളുടെ പേരാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി അഭിനേന്ദ്രനാഥ് ടാഗോർ ഭാരത് മാത എന്ന് പറഞ്ഞുകൊണ്ട് ഭാരത് മാതയുടെ ഒരു ചിത്രം ഏറ്റവും ആദ്യമായിട്ട് വരയ്ക്കുന്നത് അഭിനേന്ദ്രനാഥ് ടാഗോർ ആണ്. രവീന്ദ്രനാഥ് ടാഗോർ അമർ സോണർ ബംഗ്ല എന്ന് പറഞ്ഞുകൊണ്ട് ദേശസ്നേഹത്തെ ഉയർത്തുന്ന രീതിയിൽ ഒരു പാട്ട് പാടുകയും ഇത് പിന്നീട് ബംഗ്ലാദേശിന്റെ ദേശീയ ഗാനമായിട്ട് മാറുകയും ചെയ്യുന്നുണ്ട്. നന്ദലാൽ ബോസ് എന്ത് ചെയ്യുന്നു? ഇന്ത്യൻ ആർട്ടിനെ ഈ സമയത്ത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. സ്വദേശി മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് ആ സമയത്ത് നിലവിൽ വന്നിട്ടുള്ള ഒരു ത്രിവർണ്ണ പതാകയാണ് ചുവപ്പ്, അതുപോലെ തന്നെ പച്ച, മഞ്ഞ കളറിൽ വന്നിട്ടുള്ളത്. അതിനകത്ത് 8 താമരകൾ ഉണ്ടായിരുന്നു. 8 താമരകൾ 8 പ്രവിശ്യകളെയും അതുപോലെ തന്നെ ഒരു ക്രസന്റ് മൂൺ ഉണ്ടായിരുന്നു. അത് ഹിന്ദുക്കളെയും മുസ്ലിമുകളുടെയും യൂണിറ്റിനെയും റെപ്രസെന്റ് ചെയ്യുന്ന രീതിയിൽ ഉള്ള ഒരു ഫ്ലാഗ് ആണ് എന്തുണ്ടായിരുന്നു? സ്വദേശി പ്രസ്ഥാനത്തിന്റെ സമയത്ത് ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ എന്ത് ചെയ്യുന്നു? മൂവ്മെന്റ് മുന്നോട്ട് പോകുന്നു. പക്ഷേ ഇതിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മോഡറേറ്റ്സിന് എതിരഭിപ്രായം ഉണ്ടായിരുന്ന ജനങ്ങളുടെ ഇടയിലേക്ക് ഒരുപാട് അങ്ങ് ഇറങ്ങിച്ചെല്ലാനായിട്ട് അവർ തയ്യാറായിരുന്നില്ല. ബ്രിട്ടീഷുകാർ ബ്രൂട്ടലായിട്ടുള്ള എന്തെങ്കിലും ആക്ഷൻ എടുക്കുമോ എന്നുള്ള ഒരു തോന്നൽ കൊണ്ടായിരിക്കാം മോഡറേറ്റ്സ് ഒരു പരിധി വിട്ടിട്ട് ജനങ്ങളെ മാസസിന്റെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് മാസസിനെ തെരുവിൽ ഇറങ്ങാനായിട്ട് പറയാനുള്ള അങ്ങനെ അത്തരത്തിലുള്ളൊരു നിലപാടുകളിലേക്കൊന്നും മോഡറേറ്റ്സ് പോകുന്നില്ല. കാരണം അവരുടെ മുന്നിൽ തന്നെ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. ആഫ്രിക്കയിലും അതുപോലെ തന്നെ ഏഷ്യയിൽ തന്നെ മറ്റ് പല കോളനികളിലും ബ്രിട്ടീഷുകാർ നടത്തിയിട്ടുള്ള ബ്രൂട്ടാലിറ്റീസ്, ജെനോസൈഡ്സ് എല്ലാം അവർ ന്യൂസിലൂടെ, പത്രമാധ്യമങ്ങളിലൂടെ എല്ലാം അവർ കണ്ടിട്ടുണ്ട്. അപ്പൊ അത്തരത്തിൽ ഇന്ത്യൻ ജനതയെയും ആക്രമിക്കാൻ ബ്രിട്ടീഷുകാർ മുതിരുമോ എന്നുള്ള ഭയം കൊണ്ടുകൂടി ആയിരിക്കാം മോഡറേറ്റ്സ് എന്ത് ചെയ്തില്ല, ഒരു പരിധി വിട്ട് മാസുകളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലാനായിട്ട് തയ്യാറായിരുന്നില്ല. ഇത് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മോഡറേറ്റ്സിന്റെയും എക്സ്ട്രീമിസ്റ്റിന്റെയും ഇടയിലുള്ള സ്പ്ലിറ്റിന്റെ പ്രധാന കാരണങ്ങളിൽ ഒന്നായി. Moderates extremist split. The moderates works under the belief that the British rule in India could be reformed by convincing the rulers through representation and petitioning. പരാതി മുഖേനയും അതുപോലെ തന്നെ റെപ്രസെന്റേഷൻ, നമുക്കറിയാവുന്നതാണ്, നമ്മൾ പൊളിറ്റി ക്ലാസ്സിനകത്തും ഹിസ്റ്ററിയുടെ തന്നെ ആദ്യത്തെ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബ്രിട്ടീഷ് നിയമങ്ങൾ, ബ്രിട്ടീഷ് ആക്ട്സ് ആൻഡ് പോളിസീസ് അല്ലേ, 1773 റെഗുലേറ്റിംഗ് ആക്ട് തൊട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 വരെയുള്ള നിയമങ്ങളുടെ ഒരു പട്ടിക തന്നെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ആ നിയമങ്ങളിലൂടെ എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന നിയമനിർമ്മാണ സഭകളിലും കാര്യനിർവഹണ സഭകളിലും അതുപോലെ നീതിന്യായ വ്യവസ്ഥയിലും ഒക്കെ കടന്ന് റെപ്രസെന്റേഷൻസിലൂടെ അതുപോലെ തന്നെ പെറ്റീഷൻസിലൂടെ എന്ത് ചെയ്യാൻ പറ്റും? ഒരു റിഫോംസ്, ഇന്ത്യയിലുള്ള ബ്രിട്ടീഷ് റൂളിനെ, ബ്രിട്ടീഷ് രാജിനെ റിഫോം ചെയ്യാം, പരിഷ്കരിക്കാം എന്നൊരു തെറ്റിദ്ധാരണ ആർക്കുണ്ടായിരുന്നു? മോഡറേറ്റ്സിന് ഉണ്ടായിരുന്നു. ദ മിലിറ്റന്റ് നാഷണലിസ്റ്റ് on the other hand was of the opinion that the colonial rulers would never be amenable to reason. ഇവന്മാരുടെ അടുത്ത് റീസണിങ്ങിന് പോയിട്ട് ഒരു കാര്യമില്ല. നമ്മുടെ ലോജിക്കലായിട്ടുള്ള നമ്മുടെ ജനങ്ങളുടെ ആവശ്യം ഇതാണ് എന്ന് അവരുടെ മുന്നിൽ നിങ്ങൾ എന്ത് കാര്യകാരണ സഹിതം അവരുടെ മുന്നിൽ അപേക്ഷിക്കാൻ പോയാലോ അവരുടെ മുന്നിൽ നിയമങ്ങൾ ഉണ്ടാക്കണം എന്ന് പറഞ്ഞാലോ എന്ത് കാര്യവുമില്ല എന്നാണ് ആര് പറയുന്നത്? മിലിറ്റന്റ് നാഷണലിസ്റ്റുകൾ പറയുന്നത്. ആസ് ദേ വുഡ് നോട്ട് ലൈക്ക് ടു ഗീവ് അപ്പ് ദ അഡ്വാൻറ്റേജസ് ഓഫ് എൻ എംപയർ. അവരുടെ ആ സാമ്രാജ്യത്വത്തിന്റെ അഡ്വാൻറ്റേജുകൾ കളയാനായിട്ട് അവർ തയ്യാറാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ മോഡറേറ്റ്സിന്റെ കോമൺ ഗോൾ എന്ന് പറയുന്നത് എന്താണ്? സ്വരാജ് അഥവാ സെൽഫ് റൂൾ എന്ന് പറയുന്ന, സ്വയംഭരണം എന്ന് പറയുന്ന ഒരു ആശയമാണ് ആരുടെ മുന്നിലുണ്ടായിരുന്നത്? മോഡറേറ്റ്സിന്റെ മുന്നിൽ, എക്സ്ട്രീമിസ്റ്റുകളുടെ മുന്നിലുണ്ടായിരുന്നത്. ഇനി അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് കൽക്കട്ടയിൽ എന്ത് ചെയ്യുന്നു? ഒരു അഭിപ്രായ വ്യത്യാസം വരുന്നു. പക്ഷെ സ്പ്ലിറ്റ് അവോയ്ഡ് ചെയ്യുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദാദാഭായ് നവറോജിയെ എന്തായിട്ട് വെച്ചുകൊണ്ട്? അധ്യക്ഷനായിട്ട് വെച്ചുകൊണ്ട്. ദ മിലിറ്റന്റ്, അപ്പോൾ എന്നിരുന്നാലും മിലിറ്റന്റ് നാഷണലിസ്റ്റുകളായിട്ടുള്ള ബാലഗംഗാധര തിലക്, ലാല ലജ്പത് റായ്, ബിപിൻ ചന്ദ്രപാൽ എന്ത് ചെയ്യുന്നുണ്ട്? 4ഓളം റെസൊല്യൂഷൻസ് അവിടെ നിന്ന് പാസ്സാക്കി എടുക്കുന്നുണ്ട്.
അതാണ് സ്വദേശി ബോയ്ക്കോട്ടിന് മോഡറേറ്റ്സ് സമ്മതിച്ചേ പറ്റൂ എന്ന് പറയുന്നു. നാഷണൽ എഡ്യൂക്കേഷൻ, ദേശീയ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ നയം രൂപീകരിക്കണമെന്ന് പറയുന്നു. ആൻഡ് സെൽഫ് ഗവൺമെന്റ് തുടങ്ങിയ കാര്യങ്ങൾ, ലോക്കൽ സെൽഫ് ഗവൺമെന്റ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള 4ഓളം റെസൊല്യൂഷൻസ് പാസ്സാക്കി എടുക്കാനായിട്ട് ആർക്ക് പറ്റുന്നുണ്ട്? ഈ പറഞ്ഞ എക്സ്ട്രീമിസ്റ്റുകൾക്ക് പറ്റുന്നുണ്ട്. ഇനി ഈ ഒരു കാലയളവിൽ, അപ്പോൾ ബംഗാൾ വിഭജനം നടക്കുന്ന ഈ ഒരു കാലയളവിൽ രൂപം കൊണ്ട ഒരു സംഘടനയാണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്നത്. മുസ്ലിം ലീഗിന്റെ രൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു സംഭവമാണ് ഷിംല ഡെപ്യൂട്ടേഷൻ. ഷിംല ഡെപ്യൂട്ടേഷൻ എന്ന് പറയുന്നത് ഒക്ടോബർ 906 ആണ് മുന്നോട്ട് വെച്ചത്. ആരാണ് മുന്നോട്ട് വെച്ചത്? ആഗാ ഖാൻ മൂന്നാമൻ. അപ്പൊ ഈ ആഗാ ഖാൻ എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ പേരല്ല, അതൊരു സ്ഥാനപ്പേര് പോലെ കൽപ്പിച്ചിരിക്കുന്നതാണ്. നമ്മൾ ഖലീഫ എന്നൊക്കെ പറയുന്ന പോലെയുള്ളതാണ്. അതിലെ ആഗാ ഖാൻ മൂന്നാമനാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഷിംല ഡെപ്യൂട്ടേഷൻ എന്ന് പറയുന്ന ഡെപ്യൂട്ടേഷനുമായിട്ട് ബ്രിട്ടീഷുകാരുടെ മുൻപാകെ പോയിട്ടുള്ളത് ഡിമാൻഡിങ് സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് ഫോർ മുസ്ലിംസ്. മുസ്ലിമുകൾക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഇലക്ട്രേറ്റ് തന്നെ വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിമുകളെ മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾ തന്നെ കാൻഡിഡേറ്റ് ആയിട്ട് നിർത്തിക്കൊണ്ട് മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾക്ക് മാത്രം വോട്ട് ചെയ്തുകൊണ്ട് ജയിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ പ്രത്യേകമായിട്ടുള്ള പരിഗണനയിൽ തങ്ങളെ വെക്കണം എന്നുള്ളത്. റിസർവേഷൻ അല്ല, സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് എന്ന് പറയുന്നത് വേറെ തന്നെ ഒരു ഘടനയാണ്. അപ്പോൾ ആ രീതിയിൽ വന്നു കഴിഞ്ഞാൽ തങ്ങൾ ന്യൂനപക്ഷമാണെങ്കിൽ കൂടെ തങ്ങളുടെ റെപ്രസെന്റേഷൻ വ്യക്തമായിട്ട് എല്ലാ പ്രവിശ്യകളിലും കേന്ദ്രത്തിലും ഉണ്ടായിരിക്കും എന്നുള്ള ഒരു ധാരണയുടെ പുറത്താണ് ഷിംല ഡെപ്യൂട്ടേഷനുമായിട്ട് ആഗാ ഖാൻ മൂന്നാമൻ ആരെ സമീപിക്കുന്നത്? ബ്രിട്ടീഷുകാരെ സമീപിക്കുന്നു. ബ്രിട്ടീഷുകാർക്ക് ഇതാ കുറുക്കൻ കളിയായി. രണ്ട് മുട്ടനാടുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് ചോര കുടിക്കാൻ പാകത്തിന് റെഡിയായിട്ട് നിൽക്കുന്ന ഒരു കുറുക്കന്റെ കുജാഗര ബുദ്ധിയോടുകൂടെ ആരിയിരിക്കുകയാണ്? ബ്രിട്ടീഷുകാരിയിരിക്കുകയാണ്. മുസ്ലിം ലീഗ് എന്ത് ചെയ്യുന്നു? ഇതിന്റെ പുറകെ തന്നെ ഒരു മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു സംഘടന എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. അത് ഏറ്റവും ആദ്യം അതിന് നേതൃത്വം കൊടുത്തിരുന്നത് ആഗാ ഖാൻ ആണെന്നുണ്ടെങ്കിലും പിന്നീട് അതിന്റെ നേതൃസ്ഥാനത്തേക്ക് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ മുഹമ്മദ് അലി ജിന്ന എന്ത് ചെയ്യുന്നു? കടന്നു വരുന്നു. It was instrumental in creating public opinion in favor of Muslim nationalism and finally in achieving Pakistan in 1947. 1947 വിഭജനത്തിലേക്ക് വഴിതെളിച്ചത് മുസ്ലിം ലീഗിന്റെ ഫോർമേഷനും അവരുടെ ഇത്തരത്തിലുള്ള ടു നേഷൻ തിയറി, രണ്ട് ദേശം വേണമെന്നുള്ള ആശയമാണെന്നുള്ളത് നമ്മൾ ചരിത്രത്തിനകത്ത് കണ്ട കാര്യമാണ്. ഓക്കെ, 1906 സംഭവിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ കണ്ടു അല്ലെ. കൽക്കട്ട സെഷനിൽ സ്പ്ലിറ്റിലേക്ക് പോകേണ്ടിടത്ത് ദാദാഭായ് നവറോജിയെ എന്ത് ചെയ്യുന്നു? അധ്യക്ഷ സ്ഥാനത്ത് വെക്കുന്നു. ഇത് 1906 ഡിസംബറിലാണ് സമ്മേളനം നടക്കുന്നത്. അതേ 1906 ഡിസംബറിൽ തന്നെ അപ്പുറത്ത് എന്ത് ചെയ്യുന്നു? നമുക്കറിയാവുന്ന പോലെ ധാക്കയിൽ വെച്ച് മുസ്ലിം ലീഗ് ഫോം ചെയ്യുന്നു. 1907 കടക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? സ്പ്ലിറ്റ് എവിടെ വെച്ചിട്ടാണ്? സൂററ്റിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. മേത്ത കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഫിറോസ് ഷാ മേത്തയുടെ നേതൃത്വത്തിലുള്ള മോഡറേറ്റ്സുകൾ അടങ്ങിയിട്ടുള്ള കോൺഗ്രസും അതുപോലെ തന്നെ മിലിറ്റന്റ് കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ത്രിമൂർത്തികൾ അടങ്ങുന്ന മിലിറ്റന്റ് കോൺഗ്രസുമായിട്ട് രണ്ടായിട്ട് എന്ത് ചെയ്യുന്നു? കോൺഗ്രസ് സ്പ്ലിറ്റ് ആവുന്നു. ആ സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചത് രാഷ് ബിഹാരി ഘോഷ് ആണ്. ശ്രദ്ധിക്കുക, രാഷ് ബിഹാരി ഘോഷ് ആണ്, രാഷ് ബിഹാരി ബോസ് അല്ല. രാഷ് ബിഹാരി ബോസ് എന്ന് പറയുന്നത് വിപ്ലവകാരിയാണ്. ഡൽഹി കോൺസ്പിറസി കേസിലെ ഈ പറഞ്ഞ പോലെ പ്രധാന പ്രതിയായിരുന്നു. നമ്മുടെ അന്നത്തെ വൈസ്രോയ് ആയിട്ടുള്ള ഹാർഡിഞ്ചിന് നേരെ ആക്രമണം നടത്തിയിട്ടുള്ള വ്യക്തികളിൽ പ്രധാനീയനായിരുന്നു. അവിടെ നിന്ന് ഡൽഹി കോൺസ്പിറസി കേസ് അദ്ദേഹത്തിന് നേരെ വന്നപ്പോൾ അദ്ദേഹം ഇവിടെ നിന്ന് ഒളിച്ചോടുന്നു. എവിടെ പോകുന്നു? ജപ്പാനിൽ പോകുന്നു. ജപ്പാനിലൊരു ജപ്പാൻ സ്ത്രീയെ വിവാഹം കഴിച്ച് ജീവിക്കുന്നു. ആ സമയത്താണ് രണ്ടാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നത്. അവിടെ വെച്ചുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നു? നമ്മുടെ ഇന്ത്യൻ നാഷണൽ ആർമിയുടെ നേതൃസ്ഥാനത്തേക്ക് വരുന്നു. മോഹൻ സിംഗും രാഷ് ബിഹാരി ബോസും കൂടെ. പിന്നീട് സുഭാഷ് ചന്ദ്രബോസ് അവിടെ എത്തിപ്പെടുമ്പോൾ എന്ത് ചെയ്യുന്നു? രാഷ് ബിഹാരി ബോസ് അദ്ദേഹത്തിന്, സുഭാഷ് ചന്ദ്രബോസിന് തൻ്റെ INA ഇതാണ് എൻ്റെ സാമ്രാജ്യത്തിന്റെ താക്കോൽ എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുന്നു? താക്കോൽ കൈമാറുന്ന ഒരു സിറ്റുവേഷൻ ആണുള്ളത്. അത് രാഷ് ബിഹാരി ബോസ്, ഇത് രാഷ് ബിഹാരി ഘോഷ്. ഓപ്ഷനകത്ത് രണ്ടുപേരും വന്നാൽ തെറ്റിപ്പോകാനുള്ള സാധ്യതയാണ്. അതൊന്നും ഞാൻ തിരുത്തിയത്. 1908 സെഷൻസ് ആര് മാത്രമേ പങ്കെടുത്തുള്ളൂ? അപ്പോൾ മോഡറേറ്റ്സ് മാത്രമേ പങ്കെടുത്തുള്ളൂ. അപ്പോൾ ഈ മോഡറേറ്റ്സ് പങ്കെടുക്കുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് മോഡറേറ്റ്സ് എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ലോയലിസ്റ്റുകളാണ്. ബ്രിട്ടീഷുകാരുടെ കൂടെ നിൽക്കുന്ന, ബ്രിട്ടീഷുകാരുടെ വിധേയത്വം കാണിച്ചു വന്നിരുന്ന ആളുകളാണ്. അവർ മാത്രമേ പങ്കെടുത്തുള്ളൂ. അതൊരു മൈനോറിറ്റി ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ തീരുമാനങ്ങളോ അല്ലെങ്കിൽ അവരുടെ അജണ്ടയോ ഒരിക്കലും സാധാരണ ജനങ്ങളെ ബാധിക്കുന്നതോ സാധാരണ ജനങ്ങളെ പറ്റിയിട്ടുള്ളതോ ആയിരുന്നില്ല എന്നുള്ള കാര്യമാണ് മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എക്സ്ട്രീമിസ്റ്റുകൾക്ക് എന്ത് സംഭവിച്ചു? ബാലഗംഗാധര തിലക്, അതുപോലെ തന്നെ ബിപിൻ ചന്ദ്രപാൽ, അതുപോലെ തന്നെ നമ്മുടെ ലാലാ ലജ്പത് റായ് പോലെയുള്ള ആളുകൾ ഇതിനു മുന്നേ അവര് എക്സ്ട്രീമിസ്റ്റ് ആക്ടിവിറ്റികളിൽ ഏർപ്പെട്ടിരുന്നപ്പോൾ അവർക്ക് രക്ഷാകവചമായിട്ടുണ്ടായിരുന്ന ആളുകളാണ് ഈ പറയുന്ന മോഡറേറ്റുകൾ. ദാദാഭായ് നവറോജിയെ പോലെ, ഗോഖലെ പോലെയൊക്കെയുള്ള ആളുകൾ, സുരേന്ദ്രനാഥ് ബാനർജിയെ പോലെ, ഫിറോസ് ഷാ മെഹ്ത പോലുള്ള ആളുകൾ. ഇപ്പോൾ എന്ത് ചെയ്തു? സ്പ്ലിറ്റ് സംഭവിച്ചതോടുകൂടെ ഇനി ഇവര് തങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ടില്ല. ആരെ? തിലകനെയും മറ്റവരും പ്രൊട്ടക്ട് ചെയ്യാനായിട്ടൊന്നും ഇല്ല. തിലകനെ 1908 ഈ പറഞ്ഞ പോലെ തന്നെ 1908 കേസരിയിൽ ഒരു ലേഖനം എഴുതിയതിന്റെ പുറത്ത് തിലകനെ പിടിച്ച് അറസ്റ്റ് ചെയ്യുന്നു. പിന്നെ അദ്ദേഹം ജയിലിന് പുറത്തിറങ്ങുന്നത് 1914 മാത്രമാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ എക്സ്ട്രീമിസ്റ്റ് ആക്ടിവിറ്റീസ് എല്ലാം തന്നെ 1908 മുതൽ 14 വരെ ഒരു 6 വർഷ കാലയളവിൽ അദ്ദേഹത്തിന് ജയിൽവാസം അനുഭവിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുന്നു. ഇത് തന്നെയാണ് ഒട്ടുമിക്ക എക്സ്ട്രീമിസ്റ്റ് റൂളേഴ്സിന്റെയും അവസ്ഥ. മോഡറേറ്റ്സിന് എന്ത് സംഭവിച്ചു? എക്സ്ട്രീമിസ്റ്റുകൾ പോയതോടുകൂടി അവർക്ക് ജനങ്ങളുടെ ഇടയിലുള്ള പിൻഫലം, ഈ പറയുന്ന പോലെ ഒരു സപ്പോർട്ട്
നമുക്ക് നഷ്ടപ്പെട്ടതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. The politics of militants on the other hand could not crystallize into a new political organization. പക്ഷേ ഇവർ രണ്ടുപേരും വേറെ സംഘടനയൊന്നും രൂപീകരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. ഓക്കെ, ഇനി ഡൽഹി ദർബാർ. നമ്മൾ നേരത്തെ പറഞ്ഞ സ്വദേശി പ്രസ്ഥാനം പോലെയോ ബോയ്ക്കോട്ട് റെസൊല്യൂഷൻ പോലെയും അതുപോലെ തന്നെ മുസ്ലിം ലീഗിന്റെ ഫോർമേഷൻ പോലെയും സൂററ്റ് സ്പ്ലിറ്റ് പോലെയും നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഒരു സംഭവമാണ് ഡൽഹി ദർബാറുകൾ. Delhi Darbar was an Indian imperial-style mass assembly organized by British in Delhi to mark the succession of an emperor or empress of India. അപ്പോൾ ഇന്ത്യയിലെ രാജാവിനെയോ രാജ്ഞിയെയോ പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയിട്ട് ഡൽഹിയിൽ ഈ പറയുന്ന വലിയ ഗംഭീരമായിട്ടുള്ള ആഘോഷങ്ങളാണ് നടക്കുന്നത്. 3 തവണയാണ് ഡൽഹി ദർബാറുകൾ നടത്തിയിട്ടുള്ളത്. 1877 നമ്മുടെ ലിട്ടൺ നടത്തിയിട്ടുള്ള ഡൽഹി ദർബാർ, 903 ദർബാർ, 911 ദർബാർ. ഇനി all 3 imperial darbars celebrated coronations. 3 coronations ആണ് സെലിബ്രേറ്റ് ചെയ്തത്. ഒന്നാമത്തെ നമുക്കറിയാവുന്ന വിക്ടോറിയൻ ഇംഗ്ലണ്ട് അല്ലെ, വിക്ടോറിയൻ ഇംഗ്ലണ്ട് എന്ന് പറയുന്നത് ഏറ്റവും ബ്രൂട്ടൽ ആയിട്ടുള്ള ഒരു ഈ പറയുന്ന വാഴ്ചയായിരുന്നു എന്നാണ് പൊതുവിൽ പറയപ്പെടുന്നത്. ഇംഗ്ലണ്ടിലല്ല, കോളനികളിൽ. ഇനി ദ എംപറസ് ഓഫ് ഇന്ത്യ ആയിട്ട് അവരെ പ്രഖ്യാപിക്കുന്നു. വാസ് പ്രൊക്ലെയിംഡ് വിത്ത് ദ ടൈറ്റിൽ കൈസറി ഹിന്ദ്. രണ്ടാമത്തെ കിങ് എഡ്വേർഡ് 7 എംപററായിട്ട് വെക്കുന്നു 903. ഇനി മൂന്നാമത്തെ കിങ് ജോർജ് 5 ഇന്ത്യയുടെ രാജാവായിട്ട് വെക്കുന്നു 911. ഇതിൽ കിങ് ജോർജ് 5 മാത്രമാണ് ദ ഓൺലി മൊണാർക്ക് ടു അറ്റൻഡ് എ ദർബാർ. ദർബാർ അറ്റൻഡ് ചെയ്തിട്ടുള്ള ഒരേ ഒരു മൊണാർക്ക് എന്ന് പറയുന്നത് കിങ് ജോർജ് 5 മാത്രമാണ്. ദ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ വാസ് ഇറക്റ്റഡ് ടു കമ്മമറേറ്റ് ദ ലാൻഡിംഗ് ഓഫ് ജോർജ് 5 ഫോർ ഹിസ് കൊറോണേഷൻ ആസ് ദ എംപറർ ഓഫ് ഇന്ത്യ ഇൻ ഡിസംബർ 1911. നേരത്തെ ഒരു ചോദ്യമായിട്ട് നമ്മൾ കണ്ടതാണ്. അപ്പോൾ 3 ദർബാറുകൾ 1877, 1903, 911, 3 ദർബാറുകൾ. വിക്ടോറിയ രാജ്ഞി, എഡ്വേർഡ് രാജാവ്, അതുപോലെ തന്നെ ജോർജ് 5 രാജാവ്. അല്ല, ജോർജ് 5 മാത്രമാണ് ഇന്ത്യയിൽ വന്നത്. അദ്ദേഹത്തിന്റെ വരവിനെ കമമറേറ്റ് ചെയ്യുന്നതിന് വേണ്ടി പണി കഴിപ്പിച്ചിട്ടുള്ളതാണ് എന്ത്, നമ്മുടെ ഈ പറഞ്ഞ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. ഇനി ഹോം റൂൾ ലീഗ്സ്. 914 നമുക്കറിയാം 1-ാം ലോക മഹായുദ്ധമൊക്കെ പൊട്ടി പുറപ്പെടുന്നുണ്ട്. 914 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നിലപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബ്രിട്ടീഷുകാർ നമ്മളെ ഈ 1-ാം ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ നമ്മൾ സപ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ യുദ്ധം കഴിയുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അവർ എന്തെങ്കിലുമൊക്കെ ചെയ്തു തരുമെന്ന് പാവങ്ങൾ വിശ്വസിച്ചിരുന്നു. അതിന്റെ ഭാഗമായിട്ട് 914 മുതൽ 17 വരെയുള്ള അല്ലെങ്കിൽ 18 വരെയുള്ള ഒരു കാലഘട്ടത്തിൽ അവർ ബ്രിട്ടീഷുകാരെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുകയാണ് ഉണ്ടായിരുന്നു. ഒരുപാട് അവിടെ വെറുപ്പിക്കാനൊന്നും പോയിട്ടില്ല. എന്നിരുന്നാലും തിലകനെ പോലെയുള്ള നാഷണലിസ്റ്റ് ഐഡിയാസ് ഉണ്ടായിരുന്ന ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അവരുടേതായിട്ടുള്ള രീതിയിലുള്ള പ്രൊട്ടസ്റ്റുകൾ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു. അതിലെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള 2 പ്രൊട്ടസ്റ്റുകളാണ് ആനി ബെസന്റെ നേതൃത്വത്തിലും അതുപോലെ തന്നെ ബാലഗംഗാധര തിലകന്റെ നേതൃത്വത്തിലും നടത്തിയിട്ടുള്ള ഹോം റൂൾ ലീഗ് എന്ന് പറയുന്നത്. ഏപ്രിൽ 916 ഹോം റൂൾ ലീഗ് തിലക് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് പൂനെയിലായിരുന്നു. അതിന് 6 ബ്രാഞ്ചുകളാണ് പ്രധാനമായിട്ടുണ്ടായിരുന്നത്. സെപ്റ്റംബർ 916 ആനി ബെസന്റും ഹോം റൂൾ ലീഗായിട്ട് വരുന്നു. അതിന്റെ പേര് ഓൾ ഇന്ത്യ ഹോം റൂൾ ലീഗ് എന്നാണ്. അത് മദ്രാസ് കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. അതിന് 200ഓളം ബ്രാഞ്ചുകൾ ഉണ്ടായിരുന്നു. പക്ഷേ അത്ര കണ്ട് ആക്റ്റീവ് ആയിട്ടുള്ള ബ്രാഞ്ചുകളായിരുന്നില്ല. നമ്പർ കേൾക്കുമ്പോൾ നിങ്ങൾ 200 ബ്രാഞ്ച് എന്നൊക്കെ പറയുമ്പോൾ വലിയ സംഭവമായിട്ട് തോന്നും. പക്ഷേ അത്ര കണ്ട് ആക്റ്റീവ് ആയിട്ടുള്ള ബ്രാഞ്ചുകൾ ആയിരുന്നില്ല എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. അപ്പോൾ തിലക് 914 ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് എന്ത് ചെയ്യുന്നു, ഹോം റൂൾ ലീഗിന്റെ പുറകെ പോകുന്നു. കോൺഗ്രസ് ഈ സമയത്ത് അത്ര കണ്ട് ആക്റ്റീവ് ആവുന്നില്ല. പക്ഷെ ഇവിടെ ചില സംഭവങ്ങൾ നടക്കുന്നുണ്ട്. 906 സെപ്പറേറ്റ് ഇലക്ടറേറ്റിന്റെ ഷിംല ഡെപ്യൂട്ടേഷൻ വരുന്നതും 1909 മിന്റോ മോർലി റിഫോംസിലൂടെ സെപ്പറേറ്റ് ഇലക്ടറേറ്റ് മുസ്ലിംസിന് കൊടുക്കാമെന്ന് കൊടുക്കുന്നത് നിയമം വഴി എന്ത് ചെയ്യുന്നു, പ്രാബല്യത്തിൽ വരികയും ചെയ്യുന്നു. അപ്പോൾ ഈ സമയത്തൊക്കെ കോൺഗ്രസും ലീഗും 2 ചേരിയിലാണ്. 914 ഓട്ടോമൻ എംപയറിനെ ആക്രമിച്ചതിലൂടെ ബ്രിട്ടീഷുകാരും മുസ്ലിമുകളും തമ്മിൽ തെറ്റുന്നു. ഈ പറഞ്ഞ മുസ്ലിം ലീഗും തമ്മിൽ തെറ്റുന്നു. അപ്പോൾ ലീഗും കോൺഗ്രസും തമ്മിൽ വീണ്ടും എന്ത് ചെയ്യുന്നു, ഒരേ പാളയത്തിലേക്ക് വരുന്നു. ലീഗും കോൺഗ്രസും തമ്മിൽ കൈ കൊടുക്കുന്നു. ലക്നൗ പാക്ട് ഒപ്പുവെക്കുന്നു. ഈ ലക്നൗ പാക്ട് ഒപ്പുവെക്കുന്നതിന് ഏതാനും നാളുകൾക്ക് മുന്നേ തന്നെ കോൺഗ്രസിന്റെ ഈ പറയുന്ന മോഡറേറ്റ്സ് സെക്ഷനും അതുപോലെ തന്നെ എക്സ്ട്രീമിസ്റ്റ് സെക്ഷനും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അവരും ടൈപ്പ് ആവുന്നുണ്ട്. ഈ കോൺഗ്രസിന്റെ 2 സെഷൻസ് 2 വിഭാഗക്കാർ തമ്മിൽ ഒന്നിക്കുന്നതും കോൺഗ്രസും ലീഗും എല്ലാം ഒന്നിക്കുന്നതും ഈ ഒരു കാലയളവിലാണ്. ഈ ഒരു കാലയളവിലേക്കാണ് ആര് കടന്നു വരുന്നത്, നമ്മുടെ അവൻ വരുന്നു എന്ന് പറഞ്ഞ പോലെ ഗാന്ധിയുടെ രംഗപ്രവേശനം 915 ആഫ്രിക്കയിൽ നിന്നും അദ്ദേഹത്തിന്റെ അവിടുത്തെ ആഫ്രിക്കയിലുള്ള ജീവിതം അവസാനിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഇങ്ങോട്ട് കടന്നു വരുന്നത്, ഇന്ത്യയിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഗാന്ധി ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ള, ഗാന്ധിയുടെ പ്രധാനപ്പെട്ട ഇന്ത്യയിലേക്ക് വരുന്നതിന് മുന്നേ ഗാന്ധി ആഫ്രിക്കയിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു എന്നുള്ളതും ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തതെന്നുള്ളതാണ് ഇനിയുള്ള ക്വസ്റ്റ്യൻസിനകത്ത് നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അടുത്ത ചോദ്യം, നെയിം ദ മേജർ റിവോൾട്ട് ഇൻസ്പയർഡ് ബൈ മഹാത്മാഗാന്ധി അഗെയിൻസ്റ്റ് ദ ഫോഴ്സ്ഡ് കൾട്ടിവേഷൻ ഓഫ് ഇൻഡിഗോ. ഇൻഡിഗോ കൾട്ടിവേഷനായിട്ട് ബന്ധപ്പെട്ട ഏതാണ്? ചമ്പാരൻ സത്യാഗ്രഹം. അല്ലെ, ഇന്ത്യയിൽ വന്നിട്ടുള്ള ഗാന്ധിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട 3 സത്യാഗ്രഹങ്ങളിൽ 3 മൂവ്മെന്റ്സിൽ ഒന്നാണ് ചമ്പാരൻ സത്യാഗ്രഹം.
At which university did Mahatma Gandhi make his first public appearance in 1916 after returning from South Africa to India? സൗത്ത് ആഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിൽ വന്നതിന് ശേഷം ഗാന്ധി ഏത് പബ്ലിക് അപ്പിയറൻസ് ഏത് യൂണിവേഴ്സിറ്റി വെച്ചിട്ടാണ് നടത്തിയത്? ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി BHU വെച്ചിട്ടാണ് നടത്തിയത്. ഇത് NTPSC ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം ഇത്തരത്തിലുള്ള കുറച്ചുകൂടെ ഡെപ്തിലുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചു തുടങ്ങേണ്ടി ഇതൊന്നും ഇതിനു മുന്നേ നമുക്കധികം കാണാൻ പറ്റാത്ത ചോദ്യങ്ങളാണ്. ഓക്കെ, at which of the following railway stations of South Africa was Gandhiji thrown out of a train after refusing to leave the first class compartment? ടിക്കറ്റ് റിസർവ് ചെയ്തിട്ട് പോലും ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് എറിയപ്പെട്ട ഇൻസിഡന്റ് ആണ് പീറ്റർ മാരിറ്റ്സ്ബർഗ് ഇൻസിഡന്റിനകത്താണ് വെച്ചിട്ടാണ് ഗാന്ധി ഇത്തരത്തിൽ എന്ത് ചെയ്യുന്നത്, ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് ഇടുന്നത്. ഹൂ അമംഗ് ദ ഫോളോയിങ് റിമാർക്ക്ഡ് ദാറ്റ് സൗത്ത് ആഫ്രിക്ക മെയ്ഡ് ദ മഹാത്മ? അതാണ് ചന്ദ്രൻ ദേവനേശൻ എന്ന് പറയുന്ന പുള്ളിക്കാരനാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇത്തരത്തിലുള്ള റിമാർക്ക് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഇനി name the book written by Mahatma Gandhi in 1909 that suggested the British rule would come to an end if Indians didn't cooperate with them. ഏതാണ് ബുക്ക്? ഹിന്ദ് സ്വരാജ് എന്ന് പറയുന്ന ബുക്കാണ്. 1909 ആഫ്രിക്കയിൽ ഇരിക്കുന്ന സമയത്താണ് ഗാന്ധി ഈ പുസ്തകം എഴുതുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഓപ്ഷനകത്ത് കൊടുത്തിട്ടുള്ള എല്ലാ ബുക്കുകളും ഗാന്ധി എഴുതിയിട്ടുള്ളത് തന്നെയാണ്. വില്ലേജ് സ്വരാജ് എന്ന് പറയുന്നതും കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാംസ് ഇറ്റ്സ് മീനിങ് ആൻഡ് പ്ലേസ് എന്ന് പറയുന്നതും ഇന്ത്യ ഓഫ് മൈ ഡ്രീംസ് എന്ന് പറയുന്ന എല്ലാം തന്നെ ഗാന്ധി എഴുതിയിട്ടുള്ള പല ലേഖനങ്ങൾ പിന്നീട് പലരും ബുക്കുകളായിട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. 1962 ഇന്ത്യ ഓഫ് മൈ ഡ്രീംസ് ഇറങ്ങുന്നത്. കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാം ഒക്കെ അതുപോലെ തന്നെ പല കാലഘട്ടങ്ങളായിട്ട് ഇറങ്ങിയിട്ടുള്ള കൃതികളാണ്. 40കളിലും വില്ലേജ് സ്വരാജും ഒക്കെ ഇതുപോലെ ഇറങ്ങിയിട്ടുള്ള കൃതികളാണ്. പക്ഷെ ഇതെല്ലാം തന്നെ ഗാന്ധി എഴുതിയതാണെന്നുള്ള കാര്യം കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, സമയം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതൊന്ന് ഈ പറഞ്ഞ പോലെ അതിനെ പറ്റിയിട്ടൊക്കെ ഒന്ന് മനസ്സിലാക്കി ഈ പറയുന്ന മാർജിനിൽ എഴുതി വെച്ച് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്യൂച്ചർ റെഫറൻസിന് അത് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഗാന്ധി ഇൻ ആഫ്രിക്ക. അപ്പോൾ ഗാന്ധി ദാദാ അബ്ദുള്ള ജാവരി എന്ന് പറയുന്ന പുള്ളിക്കാരൻ്റെ ആവശ്യത്തിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ കൊമേഴ്ഷ്യൽ ഫാമിലി ഡിസ്പ്യൂട്ട്, അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിനകത്ത് വരുന്ന ഒരു കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള ഡിസ്പ്യൂട്ട്, ലീഗൽ ഡിസ്പ്യൂട്ട്. അപ്പോൾ ലണ്ടനിൽ പഠിച്ചിട്ടുള്ള, ലണ്ടൻ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ലോയർ എന്നുള്ള നിലയിലും അതുപോലെ തന്നെ ഗുജറാത്തി സംസാരിക്കും ഇംഗ്ലീഷും സംസാരിക്കും എന്നുള്ള നിലയിലുമാണ് ദാദാ അബ്ദുള്ള ആരെ വിളിക്കുന്നത്, ഗാന്ധിയെ എങ്ങോട്ട് വിളിക്കുന്നത്, ആഫ്രിക്കയിൽ വിളിക്കുന്നത്. അദ്ദേഹം ആഫ്രിക്കയിൽ എത്തുന്നത് 24 മെയ് 1893 ഇന്ത്യയിലേക്ക് എത്തുന്നത്. ഓക്കെ, 7th ജൂൺ 1893 അദ്ദേഹം എന്ത് ചെയ്യുന്നു, അദ്ദേഹത്തിന് ഈ പറയുന്ന കേസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ട്രാവൽ ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുന്നു. അവിടെ വെച്ച് പ്രിറ്റോറിയയിൽ ഫസ്റ്റ് ക്ലാസ് കമ്പാർട്ട്മെന്റ് ഓഫ് പ്രിറ്റോറിയ ബൗണ്ട് ട്രെയിൻ ഇൻ പീറ്റർ മാരിറ്റ്സ്ബർഗ് അവിടെ വെച്ചിട്ട് അദ്ദേഹത്തിന് എന്ത് ചെയ്യുന്നു, ഫസ്റ്റ് ക്ലാസ് കമ്പാർട്ട്മെന്റിൽ നിന്ന് അദ്ദേഹത്തിനെ താഴത്തേക്ക് എറിയുന്നു. പ്യൂർലി റേഷ്യൽ ഡിസ്ക്രിമിനേഷന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിന് ഒരു രാത്രി ആ സ്റ്റേഷനിൽ എന്ത് ചെയ്യുന്നു, താമസിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുന്നു. അദ്ദേഹം ഇപ്പോൾ ഇതിനോടകം തന്നെ ഇന്ത്യക്കാരുടെ അവസ്ഥ വളരെ പരിതാപകരമാണെന്ന് മനസ്സിലാക്കുകയും 1894 നെയ്റ്റൽ ഇന്ത്യൻ കോൺഗ്രസ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെയുള്ള ഇന്ത്യക്കാരനെ, ഡർബണിലുള്ള ഇന്ത്യക്കാരെ ഓർഗനൈസ് ചെയ്തുകൊണ്ട് ഒരു സംഘടന അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, സ്ഥാപിക്കുന്നുണ്ട്. ഇനി മഹാത്മാഗാന്ധി എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനു വേണ്ടിയിട്ട് ആംബുലൻസ് കോപ്സ് എല്ലാം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. 1899 അതുപോലെ തന്നെ 1902 കാലഘട്ടങ്ങളിലെ ആംഗ്ലോ ബോർ യുദ്ധം, അവിടുത്തെ ഇൻഡിജിനസ് ആയിട്ടുള്ള ആളുകളും ബ്രിട്ടീഷുകാരും തമ്മിലുള്ള യുദ്ധത്തിന്റെ ഇടയിൽ ബ്രിട്ടീഷുകാരെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഇന്ത്യക്കാരുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു റിലാക്സേഷൻ തരും എന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസത്തിന്റെ പുറത്ത് എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹം ഒരു ആംബുലൻസ് കോപ്സും ഏകദേശം 1000 ചില വോളണ്ടിയേഴ്സിനെയും അദ്ദേഹം സംഘടിപ്പിക്കുന്നുണ്ട് മഹാത്മാഗാന്ധി. ഇനി 1903 അദ്ദേഹം ട്രാൻസ്വാൾ ബ്രിട്ടീഷ് ഇന്ത്യൻ അസോസിയേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് സംഘടന സ്ഥാപിക്കുന്നുണ്ട്. എവിടെയാണ്? ജോഹാൻസ്ബർഗിലാണ്. അപ്പൊ ഈ കാലയളവിലൊക്കെ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, ജനങ്ങളെ സംഘടിപ്പിക്കുന്ന കാര്യത്തിലായിക്കോട്ടെ ബ്രിട്ടീഷുകാർക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള കാര്യത്തിലൊക്കെ ആയിട്ട് മുൻപന്തിയിൽ നിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. 1904 അദ്ദേഹം ഫീനിക്സ് സെറ്റിൽമെന്റ് ദർബണിൽ വെച്ച് എന്ത് ചെയ്യുന്നു, എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. അപ്പൊ ഇതിന്റെ ഇടയിൽ അദ്ദേഹം 2 തവണ നാട്ടിൽ പോകുന്നുണ്ട്. 1896 അദ്ദേഹം ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്. പിന്നെ തിരിച്ച് നാഷണൽ ഇന്ത്യൻ കോൺഗ്രസ് അദ്ദേഹത്തിന് തിരിച്ചു വിളിക്കുമ്പോൾ അദ്ദേഹം വീണ്ടും എന്ത് ചെയ്യുന്നു, ആഫ്രിക്കയിലേക്ക് വരുന്നു. 1902 നമ്മൾ നേരത്തെ കണ്ടതാണ്, 1902 അദ്ദേഹം വീണ്ടും ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്. കൽക്കട്ട സെഷനകത്ത് പങ്കെടുക്കുന്നുണ്ട്. അവിടെ വെച്ചുകൊണ്ട് സൗത്ത് ആഫ്രിക്കയിലുള്ള ഇന്ത്യക്കാരുടെ അവസ്ഥയെ നിങ്ങൾ മാനിക്കണം, അവരുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കോൺഗ്രസ് കൃത്യമായിട്ട് ഇടപെടണം എന്നൊക്കെ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, സൗത്ത് ആഫ്രിക്കയിലുള്ള ഇന്ത്യക്കാർക്ക് വേണ്ടി അദ്ദേഹം വാദിക്കുന്നുണ്ട്. തിരിച്ചു വന്ന് 1904 അദ്ദേഹം ഫീനിക്സ് സെറ്റിൽമെന്റ് ദർബണിൽ വെച്ച് എന്ത് ചെയ്യുന്നു, എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. 1906 അദ്ദേഹത്തിന്റെ ഏറ്റവും ആദ്യത്തെ സത്യാഗ്രഹം എവിടെ വെച്ച് നടക്കുന്നത്, ആഫ്രിക്കയിൽ വെച്ച് നടക്കുന്നത്. ഏഷ്യാറ്റിക് ഓർഡിനൻസ് ഇൻ ട്രാൻസ്വാലിന് അഗെയിൻസ്റ്റ് ആയിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, ഈ സത്യാഗ്രഹം അനുഷ്ഠിക്കുന്നത്. ഏഷ്യൻ വംശജരാണെന്നുണ്ടെങ്കിൽ തങ്ങളുടെ ID കാർഡ് തൂക്കി നടക്കണമെന്നുള്ളതും ഫിംഗർ പ്രിന്റ് ചോദിക്കുന്ന മാത്രയിൽ കൊടുക്കണമെന്നുള്ളതും ഏത് നേരം ഒരു പാസ് കയ്യിൽ വെക്കണം തുടങ്ങിയ ഒരുപാട് റേഷ്യൽ ഡിസ്ക്രിമിനേഷൻസ് നേരിടുന്ന രീതിയിലുള്ള ഒരു നിയമമാണ് ഈ ഏഷ്യാറ്റിക് ഓർഡിനൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നു, സത്യാഗ്രഹം അനുഷ്ഠിക്കുന്നു. അദ്ദേഹം 2 മാസം എന്ത് ചെയ്യുന്നുണ്ട്, ഈ സമയത്ത് ജയിലിൽ കിടക്കുന്നുണ്ട്. അതിനുശേഷം ജനറൽ സ്മട്ട് എന്ന് പറയുന്ന പേര് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങൾ ഗാന്ധി പടം കണ്ടിട്ടുണ്ടെങ്കിൽ ഈ കഥാപാത്രത്തെ നിങ്ങളവിടെ കണ്ടു കാണിരിക്കും. ജനറൽ സ്മട്ട്സ് എന്ന് പറയുന്ന ഒരു ജനറലാണ്
മെയിനായിട്ട് ഈ ഒരു കഥയിലെ ഗാന്ധി ഇൻ ആഫ്രിക്ക എന്ന് പറയുന്ന കഥയിലെ പ്രധാനപ്പെട്ട ഒരു വില്ലൻ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹവുമായിട്ടുള്ള നമ്മൾ ഗാന്ധി ഇർവിൻ പാക്ട് എന്നൊക്കെ പറഞ്ഞ പോലെ അവിടുത്തെ ഗാന്ധിയുടെ പ്രധാന എതിരാളി അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നാണ് ഗാന്ധി എന്ത് ചെയ്യേണ്ടത്, ഈ നിയമങ്ങളെല്ലാം മാറ്റുന്ന രീതിയിലുള്ള തീരുമാനങ്ങളെല്ലാം എടുക്കേണ്ടി വരുന്നത് ജനറൽ സ്മട്സിനെ കൊണ്ടാണ്. അപ്പോൾ ആ പേരും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക എന്നുള്ള, ജനറൽ സ്മട്സ് എന്ന് പറഞ്ഞ പേരും കൂടെ എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക. ഹിന്ദ് സ്വരാജ് ഓർ ഇന്ത്യൻ ഹോം റൂൾ എന്ന് പറയുന്ന ഒരു ബുക്ക് ഗാന്ധി ഇവിടെ വെച്ച് എഴുതുന്നുണ്ട് 1909. ഇവിടെ വെച്ചിട്ടാണ് ഗാന്ധി പറയുന്നത് ബ്രിട്ടീഷ് രാജ് അവസാനിപ്പിക്കാനായിട്ട് ഇന്ത്യക്കാർ വിചാരിച്ചാൽ മാത്രം മതി എന്നുള്ള രീതിയിൽ പറയുന്നത്. 1910 ടോൾസ്റ്റോയ് ഫോം അദ്ദേഹം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. ജോഹാൻസ്ബർഗിൽ വെച്ചിട്ടാണ് അദ്ദേഹം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഈ സ്ഥലങ്ങൾ നോട്ട് ചെയ്ത് പോവുക. 1904 ഫീനിക്സ് സെറ്റിൽമെന്റ് ദർബണിലും 1910 ജോഹാൻസ്ബർഗ് വെച്ചിട്ടാണ് ടോൾസ്റ്റോയ് ഫോം എന്ത് ചെയ്യുന്നത്, എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. 1913 വോൾക്രസ്റ്റ് സത്യാഗ്രഹ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. കസ്തൂർബായ് ഗാന്ധിയൊക്കെ രംഗത്തിറങ്ങുകയും ജയിലിൽ അടയ്ക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1902 ഇന്ത്യയിലേക്ക് വന്ന ഗാന്ധി തിരിച്ചു പോകുമ്പോൾ ഫാമിലിയൊക്കെ ആയിട്ടാണ് പോകുന്നത്. അതുപോലെ അദ്ദേഹം അങ്ങനെ ഫാമിലി ആയിട്ടല്ല, 896 അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, കസ്തൂർബായിനെയൊക്കെ എങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട്, ആഫ്രിക്കയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. 1913 വോൾക്രസ്റ്റ് സത്യാഗ്രഹയുടെ കാരണം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറഞ്ഞ പോലെ ഈ ക്രിസ്ത്യൻ മാരേജസ് അല്ലാത്ത മാരേജുകളൊന്നും ലീഗൽ അല്ല എന്നുള്ള ഒരു കൺസെപ്റ്റാണ് അവിടെ പ്രധാനമായിട്ട് വരുന്നത്. ഇപ്പോൾ ക്രിസ്ത്യൻ മാരേജ് അല്ലാതെ, അതായത് ചർച്ചിൽ വെച്ചിട്ട് ഈ പറഞ്ഞ പോലെ ഒരു പ്രീസ്റ്റ് അംഗീകരിച്ചിട്ടുള്ള മാരേജുകൾ മാത്രമേ മാരേജ് ആയിട്ട് പരിഗണിക്കുകയുള്ളൂ. അപ്പോൾ അതല്ലാത്ത പക്ഷം, ഗാന്ധി സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, ഗാന്ധി പറയുന്ന പോലെ ഒരുപാട് ആളുകളെ, 10,000-3000 വരുന്ന ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് അദ്ദേഹം തന്നെ അധ്യക്ഷതയിൽ അദ്ദേഹം സ്പീച്ച് നടത്തുന്നുണ്ട്. ആ സ്പീച്ചിനകത്ത് അദ്ദേഹം വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഈ നിയമപ്രകാരം ഞാനും ഈ ആ വേദിയിലിരിക്കുന്ന ബാക്കി എല്ലാവരും എന്താണ്, ബാസ്റ്റേഡ്സ് ആണ്. കാരണം ഈ നമ്മുടെ ഒന്നും മാരേജസിനെയോ നമ്മുടെ മക്കളെയോ എന്ത് ചെയ്യുന്നില്ല, ഈ നിയമം ലീഗലൈസ് ചെയ്യുന്നില്ല. കാരണം ക്രിസ്ത്യൻ മാരേജസിന് മാത്രം ലീഗലൈസ് ചെയ്യുമ്പോൾ അല്ലാത്ത മാരേജുകളെല്ലാം തന്നെ എന്താണ്, ഇല്ലീഗലാണ്. അപ്പോൾ അതുവഴി ഉണ്ടാകുന്ന കുട്ടികളും ഭാര്യമാരും ഒക്കെ എന്താണ്, ഇല്ലീഗലായിട്ടുള്ള ഒരു ആക്ടിവിറ്റിയിൽ ഏർപ്പെടുന്ന ഒരു രീതിയിലാണ് ഈ നിയമം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് പറയുന്നുണ്ട്. അതിശക്തമായ പ്രതിഷേധത്തിൽ അദ്ദേഹം എന്ത് ചെയ്യുന്നു, ഏർപ്പെടുന്നു. ഒരുപാട് പേര് പ്രതിഷേധത്തിൽ ഏർപ്പെടുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് ജയിലിൽ അടയ്ക്കപ്പെടുന്നുണ്ട്. പക്ഷേ 1914 വീണ്ടും ഈ പറഞ്ഞ പോലെ അദ്ദേഹം ജയിൽ മോചിതനാവുന്നു. ജനറൽ സ്മട്ടിൻ എന്ത് ചെയ്യേണ്ടി വരുന്നു, നാളിതുവരെ സൗത്ത് ആഫ്രിക്കയിൽ ഇന്ത്യക്കാർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള നിയമങ്ങളിൽ നിന്നൊക്കെ ബാക്ക് ഔട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നു. അപ്പോൾ ആഫ്രിക്കയിൽ തന്റെ ആവശ്യം ഇനി ഇല്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഗാന്ധി ഇങ്ങോട്ട് വണ്ടി കയറുന്നു, ഇന്ത്യയിലേക്ക്. 1914 അവസാന കാലഘട്ടം ആകുമ്പോൾ ഇന്ത്യയിലേക്ക് വണ്ടി കയറുന്നു. അദ്ദേഹം എവിടെ എത്തുന്നു, ഇന്ത്യയിൽ മുംബൈയിൽ ജനുവരി 9, 1915 എത്തുന്നു. അന്ന് ആ ദിവസത്തെയാണ് നമ്മൾ ഇന്ന് പ്രവാസി ഭാരതീയ ദിവസം അഥവാ PBD ആയിട്ട് ആഘോഷിക്കുന്നത്. എന്ന് തൊട്ട് 2003 തൊട്ട്. അപ്പൊ എന്നാണ് പ്രവാസി ഭാരതീയ ദിവസം? ജനുവരി 9, 1915. അത് എന്നോട്ടാണ് ആഘോഷിച്ചു തുടങ്ങിയത്? 2003. ആരുടെ വരവിനെയാണ് ആഘോഷിച്ചു തുടങ്ങിയത്? അത് ഗാന്ധിയുടെ. ഗാന്ധി എവിടെയാണ് വന്നിറങ്ങിയത്? മുംബൈയിൽ. ഇതെല്ലാം ചോദ്യങ്ങളാണ്, നോക്കിപ്പോവാ. 1914 ഇത്രയും സേവനങ്ങൾ തങ്ങൾക്ക് വേണ്ടി ചെയ്തു തന്നതിന് ഗാന്ധിക്ക് എന്ത് കൊടുക്കുന്നു? കൈസറി ഹിന്ദ് എന്ന് പറയുന്ന ടൈറ്റില് ബ്രിട്ടീഷുകാർ ചാർത്തി കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ ടൈറ്റില് ഗാന്ധി പിന്നീട് ഉപേക്ഷിക്കുന്നത് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഈ ടൈറ്റിൽ ഗാന്ധിയും അതുപോലെ തന്നെ നമ്മുടെ രവീന്ദ്രനാഥ് ടാഗോറിനൊക്കെ കിട്ടിയിട്ടുള്ള പട്ടങ്ങളെല്ലാം തന്നെ അവർ ഉപേക്ഷിക്കുന്നത് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് എന്നുള്ള കാര്യം കൂടെ എന്ത് ചെയ്യുക, സൈഡ് നോട്ടായിട്ട് ഓർത്തിരിക്കുക. ഇതാണ് ഗാന്ധി ഇൻ ആഫ്രിക്ക എന്നുള്ളതിനകത്ത് നിങ്ങൾ പ്രധാനമായിട്ടും പഠിച്ചിരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അദ്ദേഹം 1915 എവിടെ എത്തുന്നു? ഇന്ത്യയിലെത്തുന്നു. ഇന്ത്യയിലെത്തിയ ഗാന്ധി 1916 ഫെബ്രുവരിയിൽ വാരണാസിയിലേക്ക് പോകുന്നു. ഗാന്ധിജി അദ്ദേഹത്തിന്റെ ഏറ്റവും ആദ്യത്തെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള പബ്ലിക് അപ്പിയറൻസ് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിൽ എന്ത് ചെയ്യുന്നു ആണ് അദ്ദേഹത്തിന്റെ ഏറ്റവും സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള അപ്പിയറൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. 1916 ലക്നൗ സെഷൻ, ഡിസംബർ മാസം നടക്കുന്ന ലക്നൗ സെഷനിൽ വെച്ചിട്ട് അദ്ദേഹം ആരെ മീറ്റ് ചെയ്യുന്നു? രാജ്കുമാർ ശുക്ലയെ മീറ്റ് ചെയ്യുന്നു. രാജ്കുമാർ ശുക്ല ചമ്പാരനിലെ കർഷകരുടെ അവസ്ഥയെ പറ്റി പറയുന്നു. ചമ്പാരൻ മൂവ്മെന്റ് ഒക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ്, അതുകൊണ്ട് ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. ചമ്പാരൻ നടക്കുന്നത് എവിടെയാണ്? ചമ്പാരൻ എന്ന് പറഞ്ഞ സ്ഥലം ബീഹാറിൽ വെച്ചിട്ടാണ്. തീൻ കത്തിയ സിസ്റ്റത്തിന് അഗെയിൻസ്റ്റ് ആണ് ഇൻഡിഗോ കൾട്ടിവേഷൻ അവിടെ നിർബന്ധിച്ച് കൾട്ടിവേറ്റ് ചെയ്യുന്ന സിസ്റ്റം നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. അവിടെ ലോക്കൽ ലീഡേഴ്സ് ആയിട്ട് വരുന്ന ആളുകളാണ് രാജേന്ദ്ര പ്രസാദ്, അതുപോലെ തന്നെ മസറുൾ ഉക്ക്, അതുപോലെ തന്നെ ആചാരി കൃപലാനി, അതുപോലെ തന്നെ മഹാദേവ ദേശായി തുടങ്ങിയ ഗാന്ധിയന്മാരെല്ലാം തന്നെ ഈ ചമ്പാരൻ സത്യാഗ്രഹയിൽ പങ്കെടുക്കുന്നുണ്ട്. ഇനി ഒരു എൻക്വയറി കമ്മിറ്റി വിത്ത് ഗാന്ധി ഓൾസോ മെമ്പർ വാസ് ഫോംഡ്. എന്തിനെ അഗെയിൻസ്റ്റ് ആയിട്ട്? ബ്രിട്ടീഷുകാരുടെ ഈ പറയുന്ന തീങ്കത്തിയ സിസ്റ്റം അതിനെ അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു എൻക്വയറി കമ്മിറ്റി വയ്ക്കാമെന്ന് ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യുന്നു? തീരുമാനമെടുക്കുന്നു. ആൻഡ് ഗാന്ധിയുടെ ഏറ്റവും ആദ്യത്തെ സിവിൽ ഡിസോബീഡിയൻ മൂവ്മെന്റ് ഗാന്ധി എവിടെയാണ് പയറ്റി നോക്കുന്നത്? ഓക്കെ, അപ്പോൾ ഇതെല്ലാം തന്നെ ചമ്പാരൻ സത്യാഗ്രഹമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന പോയിന്റ്സ് ആണ്. അതിനുശേഷം നിങ്ങൾക്കറിയാവുന്ന പോലെ അഹമ്മദാബാദ് മിൽ വർക്കേഴ്സ് സ്ട്രൈക്ക് നടക്കുന്നുണ്ട്, അതാണ് ഗാന്ധിയുടെ ഏറ്റവും ആദ്യത്തെ ഹങ്കർ സ്ട്രൈക്ക്. 1918 കേദാർ സത്യാഗ്രഹം നടക്കുന്നു, അതാണ് ഗാന്ധിയുടെ ഏറ്റവും ആദ്യത്തെ നിസ്സഹകരണ പ്രസ്ഥാനം. അപ്പോൾ ഇത് മൂന്നും ഗാന്ധി എന്ത് ചെയ്യുന്നുണ്ട്? ചെറിയ ചെറിയ പോക്കറ്റുകളിലായിട്ട്, ചെറിയ ചെറിയ സ്ഥലങ്ങളിലായിട്ട് ഗാന്ധിയുടെ സിവിൽ ഡിസോബീഡിയൻ മൂവ്മെന്റും അദ്ദേഹത്തിന്റെ ഹങ്കർ സ്ട്രൈക്കും അദ്ദേഹത്തിന്റെ നോൺ കോപ്പറേഷൻ മൂവ്മെന്റും
ലോക്കൽ ഏരിയകളിൽ അദ്ദേഹം പയറ്റി അവിടെ സക്സസ്ഫുൾ ആണെന്ന് കണ്ടതിന് ശേഷമാണ് പാൻ ഇന്ത്യ തലത്തിലേക്ക് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, അദ്ദേഹം ഈ പറയുന്ന സമരമാർഗ്ഗങ്ങൾ എടുക്കുന്നതെന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. ഓക്കെ, ഇനി ഗാന്ധിയുടെ മറ്റ് പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഗാന്ധി ഇന്ത്യയിൽ വന്നപ്പോൾ യങ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ജേണൽ, ഇംഗ്ലീഷ് വീക്ക്ലി ജേണൽ ഇറക്കിയിട്ടുണ്ട്. നവജീവൻ എന്ന് പറഞ്ഞുകൊണ്ടൊരു ഗുജറാത്തി ന്യൂസ് പേപ്പർ ഇറക്കിയിട്ടുണ്ട്. ഹരിജൻ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഇംഗ്ലീഷ് ജേണലും അദ്ദേഹം ഇറക്കിയിട്ടുണ്ട്. ഇതും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, സൈഡ് നോട്ടായിട്ട് എടുത്തു വയ്ക്കുക. ഇത്രയാണ് പ്രധാനമായിട്ടും കോൺഗ്രസിന്റെ ഏറ്റവും ആദ്യ കാലഘട്ടം എന്ന് പറയുന്നത്. ഇതിന് ശേഷം നിങ്ങൾക്ക് അറിയാവുന്ന ചരിത്രമാണ് അല്ലെ, നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് എന്ന് പറയുന്നത്. അതിനുശേഷം ചൗരി ചൗര ഇൻസിഡന്റ് നടക്കുന്നത്, അതിനുശേഷം കോൺഗ്രസിലെ സ്വരാജിസ്റ്റുകളും അതുപോലെ തന്നെ നമ്മുടെ സി ആർ ദാസിന്റെ നേതൃത്വത്തിലുള്ള നോ ചേഞ്ചേഴ്സും സ്വരാജിസ്റ്റുകളൊക്കെ തമ്മിൽ നടക്കുന്ന സ്പ്ലിറ്റ് നടക്കുന്നത്, ഗാന്ധി ചൗരി ചൗരയ്ക്ക് ശേഷം 1924 ബൽഗാം സെഷനിൽ എന്ത് ചെയ്യുന്നു, അധ്യക്ഷത വഹിക്കുന്നത്, 1925 കൗൺസിൽ എൻട്രി പ്രോഗ്രാം വഴി നമ്മുടെ വിത്തൽഭായ് പട്ടേൽ എന്ത് ചെയ്യുന്നു, സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് കടക്കുന്നത്, സൈമൺ കമ്മീഷനെ വാഗ്ദാനം ചെയ്യുന്നത്, സൈമൺ കമ്മീഷൻ വരുന്നത്, ലാലാ ലജ്പത് റായ് മരണമടയുന്നത്, സൗണ്ടേഴ്സ് മർഡർ കേസ് നടക്കുന്നത്, അതിനിടയിൽ ഭഗത് സിംഗ് HSR ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക് അസോസിയേഷൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് അസോസിയേഷൻ റീനെയിം ചെയ്യുന്നു അല്ലേ. 28 നെഹ്റു റിപ്പോർട്ട്, 29 ലാഹോർ സെഷൻ, 30-31 കാലഘട്ടങ്ങളിൽ നമ്മുടെ വല്ലഭായ് പട്ടേൽ നേതൃത്വത്തിൽ നടന്ന കറാച്ചി സെഷൻസും സിവിൽ ഡിസോബീഡിയൻ മൂവ്മെന്റും അതുപോലെ തന്നെ നമ്മുടെ വട്ടമേശ സമ്മേളനങ്ങൾ, അതിനുശേഷം 34 വരുമ്പോൾ നമ്മുടെ MN റോയ് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി വേണമെന്നുള്ള ആവശ്യം, 35 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് വരുന്നത്, 36-37 കാലഘട്ടങ്ങളിൽ പൊതു തെരഞ്ഞെടുപ്പ് നടക്കുന്നത്, 38-39 ഹരിപുരി ത്രിപുരി സെഷൻ, 39 യുദ്ധം, അതിനുശേഷം 42 ഇൻഡിവിജ്വൽ സത്യാഗ്രഹം നടക്കുന്നു, 42 തൊട്ട് ക്വിറ്റ് ഇന്ത്യ സമരം നടക്കുന്നു, അങ്ങനെ ക്യാബിനറ്റ് മിഷൻ നടക്കുന്നു, 47 സ്വാതന്ത്ര്യം കിട്ടുന്നു. ഇതെല്ലാം തന്നെ നമ്മുടെ മാരത്തോൺ ക്ലാസ്സുകളിൽ കണ്ടതാണ്. പക്ഷേ ഈ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ചരിത്രത്തെ നിങ്ങൾക്കൊരു സിനിമാ കഥ പോലെ ഓർത്തിരിക്കാൻ പറ്റി, പ്രത്യേകിച്ച് മോഡേൺ ഇന്ത്യ ഒരു സിനിമാ കഥ പോലെ ഓർത്തിരിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. കാരണം പലതും കണക്റ്റഡ് ആണ്, പലതും അല്ല, ഓൾമോസ്റ്റ് എല്ലാം തന്നെ കണക്റ്റഡ് ആണ്. ഒരു കഥ പോലെ തന്നെയാണ് ചരിത്രം നമുക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നത്. അത് തന്നെയാണ് ഇതിനെ എളുപ്പമുള്ളൊരു സബ്ജക്റ്റാക്കി മാറ്റുന്നത്. ബുദ്ധിമുട്ടുള്ളതാക്കി മാറ്റുന്നത് ഈ ചരിത്രത്തിലെ ഡീറ്റെയിൽസ് മിസ്സാക്കാൻ പറ്റില്ല. മത്സര പരീക്ഷകൾക്ക് ഇതിൻ്റെ ഡീറ്റെയിലുകൾ ചോദിക്കും അല്ല. സിനിമ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിനിമേനെ ആസ്വദിച്ച് വിടാം. ഇതിനെ സിനിമയുടെ രീതിയിൽ കണ്ടാൽ മാത്രം പോരാ, അതിലെ ഓരോ മൈന്യൂട്ട് ഡീറ്റെയിൽസ് ഒരു നല്ല ഒരു റിവ്യൂ നടത്തുന്ന ഒരാളെ പോലെ ഇരുന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, പഠിക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ കോൺഗ്രസ് എറയിലെ ഏറ്റവും ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത്. ഈ സെഷൻസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൃത്യമായിട്ട് രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും സെഷൻസ് ആവശ്യമുണ്ടെങ്കിൽ അതും കൂടെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുട്ടികളുടെ ഈ പറയുന്ന നിങ്ങളുടെ ഒപ്പീനിയൻ മാനിച്ചുകൊണ്ട് നമുക്ക് ആ രീതിയിലുള്ള സെഷൻസ് എന്ത് ചെയ്യാം, എടുക്കാവുന്നതാണ്. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.